എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരുപാട് പാപം ചെയ്തവരാ പൊന്നുമോര്. നിനക്ക് ദുആ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും, ദുആ ചെയ്യാൻ സമയമില്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും പറയണേ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഒരു യാത്ര പോയി. അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്തെത്തിയപ്പോ പറഞ്ഞു, സഹാബാ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബാ, എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബാ. സഹാബത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി, സഹാബത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, സഹാബാ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 70 പ്രാവശ്യം എല്ലാ ദിവസവും നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരു ദിവസം 70 പ്രാവശ്യം പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ 70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? 70 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണം തന്നെ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബി എന്തിനാ 70 എന്ന് എണ്ണം പറഞ്ഞേ? 70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ദിവസം ആരെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൂടെ മടിയുണ്ടാകും നിങ്ങൾ എങ്ങനെ ഇരുന്ന, ചിലപ്പോൾ ഇത് തന്നെ ഇടിഞ്ഞ് തലയെ വീണ് കളയും. അതുകൊണ്ട് നല്ലൊരു സദസ്സ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത 700 പാവങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ 700. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ നമ്മളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും, അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇനി ഒരു മനുഷ്യന് 700 പാപങ്ങളെക്കാൾ കൂടുതൽ ചെയ്താലോ, 700 പാപങ്ങളെക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്താലോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓന്റെ കാര്യം വിട്ടേക്ക്, അവന്റെ കാര്യത്തിൽ പിന്നെ ചർച്ചയില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു ദിവസം 700 പാപത്തിൽ കൂടുതൽ ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്താ പറയാ? അവൻ എന്തായിരിക്കും? എങ്ങനത്തെ മനുഷ്യന്മാരാ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് തുടങ്ങിക്കോ. ഇനി മരിക്കുവോളം ഓർമ്മയുള്ള കാലത്തോളം 70 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? നിയ്യത്ത് ചെയ്യുന്നവർ കൈവെക്കു, പ്രതിഫലം പറയാം. 70 പ്രാവശ്യം ഒരു ദിവസം ചെയ്ത 700 പാപം അല്ലാഹു പൊറുക്കും. 2 ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദേ മരിക്കുമ്പോഴും ഓർമ്മയുള്ള കാലത്തോളം പെങ്ങളെ നല്ലതുപോലെ കേൾക്കണേ. പെങ്ങള് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ധൈര്യമുള്ള ഉപ്പമാരിപ്പുണ്ടോ? പടച്ചവനെ കൈവിറക്കാതെ കണ്ണു നിറയാതെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാനുള്ള ധൈര്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, താങ്ങാൻ കഴിയാത്ത വേദനകളുണ്ടല്ലോ. മാരക രോഗം പിടിച്ചിട്ട്, ക്യാൻസർ പിടിച്ചിട്ട് അല്ലാഹുവേ കിടന്ന് കരയുന്നവരുണ്ടല്ലോ. മാരക രോഗങ്ങൾ പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, റസൂലുള്ളാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞ അല്ലാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തൂല. അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, പടച്ചവനെ ഒറ്റപ്പെട്ടു പോവുകയാ. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടല്ലോ. എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എങ്കിലില്ലാത്തവനെ പോലെയാ. എന്റെ പ്രിയമുള്ളവരെ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവര് മനുഷ്യർ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, അവൻ അല്ലാഹു ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത ചെയ്യും. നിന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീന്റെ മക്കള് പട്ടിണിയായി പോകുമെന്ന് നീ പേടിക്കണ്ട. മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതി നിനക്ക് വരൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലത മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ പ്രസംഗം നടത്ത അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ച് പറയാ. അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ആൾക്കാരൊക്കെ ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെന്ന് പറഞ്ഞു, അല്ലാഹുവേ പ്രസംഗം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകെ വന്നിരിക്കുക. ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകിൽ വന്നിരുന്ന് വയല് കേൾക്ക. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു റഹ്മഹുല്ലാഹ് അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞു, പടച്ചവനെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കും. ഇങ്ങനെ പറഞ്ഞപ്പോ ആ ഏറ്റവും വലിയ പാപിയായ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എഴുന്നേറ്റ് നേരെ സ്റ്റേജിന്റെ മുന്നിൽ വന്നു. സ്റ്റേജിന്റെ മുന്നിൽ വന്നിട്ട് ഹസൻ ബസരിയോട് ചോദിച്ചു അത്രേ, അല്ലാഹു എനിക്ക് പുറത്തുതരൂ, അല്ലാഹു എനിക്ക് പുറത്തുതരൂ. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, എടാ നിനക്കല്ല, നിന്നെ പോലെ 100 എണ്ണം ചോദിച്ചാലും അല്ലാഹു പുറത്തുതരും. നിന്നെ പോലെ 100 എണ്ണം അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു പുറത്തു തരും. അല്ലാഹുവേ പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. ഏറ്റവും പുറകിൽ പോയിരുന്നിട്ട് അല്ലാഹുവേ പടച്ചവനെ കുനിഞ്ഞിരുന്നിട്ട് കരയാൻ തുടങ്ങി. അല്ലാഹുവേ കുനിഞ്ഞിരുന്നിട്ട് കരയാൻ തുടങ്ങി. പടച്ചവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, പടച്ചവനെ, അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാ ഞാൻ, ഒരുപാട് പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടെന്ന് പോലും എനിക്കറിയില്ല പടച്ചവനെ. ഒരുപാട് പാപം ഞാൻ ചെയ്തവനാ, എങ്ങനെയാണിത് മുഴുവനും നിന്നോട് ചോദിക്കേണ്ടെന്ന് പോലും എനിക്കറിയില്ല. എങ്കിൽ ഈ മനുഷ്യൻ പറഞ്ഞു, മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ നീ പുറത്തു തരുമെന്ന്. അല്ലാഹുവേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ ഈ പാപങ്ങളിലേക്ക് മടങ്ങില്ല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എന്റെ പാപം നീ പുറത്തു തന്ന 3 അടയാളം എനിക്ക് കാണിച്ചു തരണം. എന്റെ പാപം മുഴുവനും നീ പുറത്തെങ്കിൽ ഇനിയുള്ള കാലം എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ 3 അടയാളം നീ എനിക്ക് കാണിച്ചു തരണം. 1, ആ മനുഷ്യൻ പറഞ്ഞു, പടച്ചവനെ, എനിക്ക് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തരണം. 1, ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം. 2, ഏറ്റവും മനോഹരമായ ശബ്ദം, ഈ നാട്ടിലെ ഏറ്റവും നല്ല മനോഹരമായ ശബ്ദം എനിക്ക് തരണം. 3, എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ, 24 മണിക്കൂറും എനിക്ക് ഇബാദത്തും നിന്റെ കാര്യമായി കഴിയണം. എനിക്ക് തിന്നാനുള്ള ഭക്ഷണം എല്ലാ ദിവസവും രാവിലെ നീ തരണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവേ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. ഉടനെ തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തോന്നി. നേരെ ഹസൻ ബസരി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ പോയിട്ട് ഇൽമു പഠിക്കാൻ തുടങ്ങി. ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലം പറയണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെട്ടെന്ന് 3 അടയാളം അല്ലാഹു കാണിച്ചു കൊടുത്തു. 1, ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം കൊടുത്തു. ഇൽമു പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ശബ്ദം മനോഹരമായ ശബ്ദം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, ഇദ്ദേഹം അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോ പറവകൾ പോലും വന്നിരിക്കുമായിരുന്നു അത്രേ. ഇദ്ദേഹം ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പറവകൾ പോലും മൃഗങ്ങൾ പോലും വന്ന് മുന്നിലിരിക്കുമായിരുന്നു അത്രേ. തെറ്റ് ചെയ്യാൻ, കള്ളു കുടിക്കാൻ, വ്യഭിചരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോകുമ്പോ ഈ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൻ വന്ന് അവിടെ ഇരുന്ന് നന്നാകുമായിരുന്നു. അത്രയ്ക്കും മനോഹരമായ ശബ്ദം. 3, എല്ലാ ദിവസവും വീടിന്റെ കവാടം തുറക്കുമ്പോൾ വീടിന്റെ പുറത്ത് ഭക്ഷണം ഉണ്ടാകുമായിരുന്നു. ഞാനിത് പറഞ്ഞത് ഒരു അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലമായി എത്ര പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ പറ, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുന്നു, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള അധികമായിട്ട് ചിന്ത വന്നു കഴിഞ്ഞാൽ തൗബ ചെയ്യും. തെറ്റ് ചെയ്താൽ പിന്നെ സമാധാനമില്ല. തെറ്റ് ചെയ്താൽ പിന്നെ സമാധാനമില്ല. ശൈത്താൻ നമ്മുടെ പുറകിൽ നടന്നിട്ട് നാണം കെട്ടിട്ട് പോകണം. ശൈത്താൻ നമ്മുടെ പുറകിൽ നടന്നിട്ട് നാണം കെട്ടിട്ട് പോകണം. ഇവന്റെ പുറകിൽ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു തെറ്റ് ചെയ്യിപ്പിക്കും. ഉടനെ ഇവൻ തൗബ ചെയ്യും. പിന്നെയും ചെയ്യിപ്പിക്കും, പിന്നെയും തൗബ ചെയ്യും, പിന്നെയും ചെയ്യിപ്പിക്കും, പിന്നെയും തൗബ ചെയ്യും. അവസാനം ശൈത്താൻ ഇനി ഇവന്റെ പുറകിൽ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകണം. അള്ളാഹു അങ്ങനെയുള്ളൊരു മനസ്സ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മരണചിന്ത കടന്നു വന്നാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം സമ്പത്തിനോടുള്ള ആർത്തി നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പണത്തിനോടുള്ള മോഹം വാരി കൂട്ടണം. ഹലാലും ഹറാമൊന്നും ഇല്ല. യവനെ കൊന്നിട്ടാണെങ്കിലും പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും കള്ള് കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പടച്ചവനെ പണം ഉണ്ടാക്കണം, വാരി കൂട്ടണം എന്ന ഒരു ആഗ്രഹം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതങ്ങ് മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറു ബർക്കത്തും ചൊരിയുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരുടെ അനിയ ബർക്കത്ത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നീ പൊക്കാത്തെ. ബർക്കത്ത് എന്താണെന്നറിയില്ല, അതാ പൊക്കാത്ത. പൊക്കിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏത് വാപ്പയ്ക്കാ? ഏത് വാപ്പയ്ക്കാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തന്റെ മക്കളെ തല്ലി നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിലൊരു ചൂരലെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ തല്ലാൻ വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പ രക്ഷപ്പെട്ടു. അള്ളാഹു ആ വാപ്പന്മാരിൽ പെടുത്തുമാറാകട്ടെ. മക്കളെ തല്ലാൻ വീട്ടിൽ വടിയെടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരുടെയെങ്കിലും വീട്ടിൽ മക്കളെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചൂരൽ, ഒരു ചെറിയ ഒരു കാപ്പിക്കമ്പെങ്കിലും വെച്ചവരുന്ന് കൈവക്കിക്കേ. ആരെങ്കിലും വീട്ടിലുണ്ടോ? രണ്ടുപേരുണ്ട്. ചുമ്മാല നിന്റെ വാപ്പ തല്ലേണ്ട സമയത്ത് തല്ലി, നീ നന്നായി. പക്ഷെ ഇന്ന് നിന്റെ മക്കളെ തല്ലേണ്ട സമയത്ത് തല്ലുന്നില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണീര് കുടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ, മക്കളെ ചുമ്മാതെ ആവശ്യമില്ലാതെ എടുത്തിട്ട് തല്ലലല്ല, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇരുന്ന് കരയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മക്കൾ തന്നെ ചോദിക്കും, ഇപ്പം തല്ലിയിട്ട് കാര്യമില്ല, ഇപ്പൊ തല്ലിയിട്ട് കാര്യമില്ല. അള്ളാഹു ഇവിടെ ഞാൻ ഈ അടുത്ത് വല്ലാത്തൊരു അത്ഭുതമുണ്ട്. ഈ പ്രേമം പണ്ട് പറയാറുണ്ട്, പ്രേമം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്താണ്. പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥ. ഈ അടുത്ത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എൻ്റെ ഉപ്പമാരോട് പറയാ, പെമ്മക്കളെ കൂടുതൽ നമ്പല്ലേ. പിള്ളേരും പറഞ്ഞേക്കാം, പെമ്മക്കളെ കൂടുതൽ നമ്പണ്ട. കാരണം ഇവളുമാരൊക്കെ വല്ലാത്ത കാഞ്ഞ ബുദ്ധിയാ നമ്മുടെ പെമ്മക്കൾക്ക്. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കണ മക്കളുണ്ട്. എന്ത് സ്നേഹത്തോടെ നടക്കണ വാപ്പയുടെ കൂടെ, ഉമ്മാന്റെ കൂടെ വല്ലാത്ത സ്നേഹം. ഞാൻ സ്ഥലം പറയുന്നില്ല. പടച്ചനെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊന്ന് വണ്ടി കയറി, അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. പെട്ടെന്ന് തന്നെ അല്ലാഹു വലിച്ചെടുച്ചുകൊണ്ട് പോയി. ഭക്ഷണം കഴിക്കാൻ പോലും വിട്ടില്ല. പോകാം. പടച്ചനെ ഞാൻ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ പടച്ചനെ ഉമ്മായും വാപ്പായും മണ്ണെണ്ണ എടുത്ത് വെച്ചിട്ട് അപ്പുറത്തിരിക്കുന്നു, ബാഗും കൊണ്ട് മോൾ ഇപ്പുറത്ത് റൂം ഇരിക്ക. അല്ലാഹുവെ കാണാൻ അടകുള്ള മുസ്ലിമായ ഒരു ചെറുപ്പക്കാരി. പടച്ചനെ അല്ലാഹു വാപ്പയും ഉമ്മയും മണ്ണെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് മകള് ബാഗും കൊണ്ടിരിക്ക. എന്തേ? ഇവളും രാത്രി ഒന്ന് ചാടി, ആരും കണ്ടില്ല, പിടിച്ചു വീട്ടിൽ കൊണ്ടിരുത്തിക്ക, വീണ്ടും പോകാനിരിക്ക. എന്തേ ഞാൻ ഇവളോട് പറയേണ്ടത്? ഉസ്താദെ ഞങ്ങൾ ഇപ്പം മരിക്കും, ഇവള് ഇവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം മരിക്കും. ഓള് പറഞ്ഞത് കതക് തുറക്കെനിക്ക് പോണം. അല്ലാഹുവേ പടച്ചവനെ, അവസാനത്തെ അവസ്ഥ എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ സ്നേഹം കൊണ്ട് പറയാ, ഉമ്മമാരോട് തമാശയും കളിയോ. ഉസ്താദെ എൻ്റെ മോള് മലക്കാ ഉസ്താദെ, അവളൊന്നും ചെയ്യൂല എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആരെങ്കിലും എന്ന് പറയുമ്പോൾ അവനെ കളിയാക്കുന്നവരുണ്ട്. എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ എൻ്റെ അനുഭവം പറയാം. 2-3 ആഴ്ച ആയതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയണേ. അല്ലാഹുവേ പടച്ചോനെ, ഞാൻ ആ വീടിനകത്ത് കയറി ചെന്നു. അപ്പൊ ഈ ഉമ്മ എന്ത് പറഞ്ഞാലും ഇവള് പോകുക. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, ഉസ്താദേ ഇവൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം മരിക്കും, അവക്കൊരു കുഴപ്പമില്ല. ആ പെണ്ണിന് ഒരു കുഴപ്പമില്ല. അല്ലാഹുവേ പടച്ചോനെ, ഉസ്താദേ ഞങ്ങൾ മരിച്ച ഇവള് മയ്യത്തെ കാണാൻ പോലും വിടല്ലേ. ഉമ്മ പറയാ, ഞങ്ങൾ മരിച്ചാൽ ഇവളെ മയ്യത്ത് കാണാൻ പോലും വിടരുത്. അവള് പറയാ, ഞാൻ വരത്തില്ല ഉമ്മ നിങ്ങളുടെ മയ്യത്ത് കാണാൻ. അതാ മകള്, ഞാൻ വരൂല നിങ്ങളുടെ മയ്യത്ത് കാണാൻ. അല്ലാഹുവേ പടച്ചോനെ, ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്ത ഇങ്ങനെ ഇരിക്ക. അവസാനം ഈ പെണ്ണിനെ ഒന്ന് നന്നാക്കണമെന്ന് തോന്നിയിട്ട് അവസാനത്തെ പടിയെന്ന രീതിയിൽ ഇവള് വാപ്പാനെ പിടിച്ച് തെള്ളുക, കതോറൊക്കെ എനിക്ക് പോണോന്ന്.
അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കോ, പക്ഷേ പോകുന്നതിന് മുമ്പ് നിന്റെ വാപ്പയും ഉമ്മയും മരിച്ചെന്ന് എഴുതി വെച്ചിട്ട് നീ പോണം. നിന്റെ വാപ്പയും ഉമ്മയും 19 കൊല്ലം നിന്നെ പോറ്റി വളർത്തിയ നിന്റെ ഉപ്പയും ഉമ്മയും ഇന്നത്തോടെ മരിച്ചു, എനിക്കിവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എവിടെയാ ഉസ്താദെ എഴുതണ്ടേന്ന് ചോദിച്ചു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എവിടെ എഴുതണം? എന്റെ വാപ്പയും ഉമ്മയും മരിച്ചെന്ന് എഴുതാൻ പടച്ചവനെ ഞാൻ അവളുടെ മുന്നിൽ തോറ്റുപോയി. എന്തു പറയണമെന്നറിയില്ല. അള്ളാഹുവേ പടച്ചവനെ, എനിക്ക് കലി വന്നിട്ട് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞു. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ദേഷ്യം വന്നിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അവസാനം ആ ഉപ്പയുടെ കരച്ചിൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഒന്ന് മക്കത്ത് വരെ പോയിട്ട് വാ, ഇത്തിരി പൈസ മുടക്കിയിട്ട് കഅബ കണ്ടിട്ടില്ലല്ലോ, അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഒന്ന് ദുആ ചെയ്തിട്ട് വാ. അള്ളാഹുവെ ഞാൻ പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്തു. റമളാൻ മാസത്തെ കഅബയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തു. രാവിലെ കഅബാലയത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന പൊന്നുമോളോട് പടച്ചവനെ, എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വേദന തോന്നി. ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. ഒന്ന് പൊരുത്തം ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പെൺകുട്ടിയുടെ അടുക്കൽ പോയി. ഒന്ന് പൊരുത്തം ചോദിക്കണമല്ലോ, കഅബാലയത്തിലേക്ക് പോവുകയാണല്ലോ. പൊരുത്തം ചോദിക്കാൻ വേണ്ടി പോയപ്പോഴും ഇവളുടെ പഴയ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു, മോളെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകുകയാ, കഅബ ആദ്യമായിട്ട് കാണുമ്പോ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും, നീ എന്ത് ചോദിക്കും? കഅബയിൽ പോക, റമളാൻ മാസവാ, അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ല തരും. നീ ആദ്യം കഅബ കാണുമ്പോ എന്ത് ചോദിക്കും? ഉസ്താദെ എനിക്ക് അവനെ വേണം, ഞാൻ അതേ ചോദിക്കത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ കഅബയിൽ ചെന്നിട്ട് കഅബ ആദ്യമായിട്ട് കാണുമ്പോ അവള് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അവസാനമായിട്ട് ഇത് ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ, ഇനി കാണാൻ പറ്റൂലല്ലോ. ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ. അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ 21 വയസ്സ് തികയുമ്പോ പോകാൻ കാത്തിരിക്കണവളാ. അവളാ പറയണത്, നീ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ, ഒന്ന് പോയി കണ്ടിട്ട് വരാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് പറയുന്നു, ഉമ്മമാരോട് പറയുന്നു, ഇതുപോലെ കണ്ണിനീര് കുടിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, നമ്മൾ അറിയാഞ്ഞിട്ടാ. അള്ളാഹു ആ പൊന്നുമോക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയമുള്ളവരെ, തല്ലണ്ട സമയത്ത് തല്ലണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ, തന്റെ മക്കളെ അദബ് പഠിപ്പിക്കാൻ, തന്റെ മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കാൻ പടച്ചവനെ വീട്ടിലൊരു വടിയെടുത്ത് വെക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു വടി എടുത്തു വെച്ചോ, രക്ഷപ്പെടും, രക്ഷപ്പെടും. രണ്ട് സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങല്ലേ, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബഹിക്ക് ശേഷം ഉറങ്ങാൻ നല്ല സുഖമാ. സുബഹിക്ക് ശേഷം കിടന്നുറങ്ങാൻ നല്ല സുഖവാ. ഉറങ്ങല്ലേ, ഇസ്റാഖിന്റെ സമയം വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങല്ലേ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം 4ാമത്തെ പ്രതിഫലമാണ്. ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതി അള്ളാഹു നിനക്ക് തരില്ല. നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ പടച്ചവൻ നിനക്ക് ഭക്ഷണം തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന, അല്ലാഹുവിന്റെ സിംഹാസനം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന അടിമയുടെ 2ാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവേ, അവന് മരണത്തിന് വല്ലാത്ത ഇഷ്ടമോ? എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോ ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് വയ്യ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതിയെന്ന് ആഗ്രഹിക്കുന്നവനല്ല. രോഗങ്ങൾ പിടിപെട്ടിട്ട് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുമ്പോ ഒന്ന് മരിച്ചാ മതി പടച്ചവരെ എന്ന് ആഗ്രഹിക്കുന്നവനല്ല. പടച്ചവരെ,
അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന ആഗ്രഹത്തോടെ മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, മരിച്ചാലല്ലേ അള്ളാഹുവിനെ കാണാൻ പറ്റൂ എന്ന ചിന്തയോടുകൂടി മരണത്തെ ആഗ്രഹിക്കുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകണമെന്നല്ല, ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല, റൗളാ ശരീഫിന്റെ മുറ്റത്ത് പോകണമെന്നല്ല. അലാ മനസ്സിന്റെ ഉള്ളിൽ ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഞാനും നിങ്ങളും ഈ പാതിരാത്രി ഇവിടെ വന്നിരുന്ന് വഅദ് പറയുന്നതും വഅദ് കേൾക്കുന്നതും നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും എന്ത് ചെയ്താലും ആഗ്രഹിക്കുന്നത് അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, റമദാൻ മാസം മുഴുവനും പടച്ചവരെ നോമ്പ് പിടിച്ച് നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ച് പടച്ചവനെ തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്റുകൾ പറഞ്ഞ് സദഖകൾ കൊടുത്തു പാതിരാത്രി പടച്ചവന്റെ പള്ളിക്കകത്ത് ഇഅ്തികാഫിരുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർ, റമദാൻ കഴിഞ്ഞതോടുകൂടി പിന്നെ പള്ളിയിൽ ആളില്ലല്ലോ, നമസ്കരിക്കാൻ ഏത് പള്ളിയിലാ ആളുള്ളത്? പടച്ചവനെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയല്ലോ. ഇമാമും മുഅദ്ദിനും പിന്നെ കുറച്ച് പ്രായമുള്ള ഉപ്പമാര്, അവരല്ലാതെ ആരുമില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പോകണ്ടേ പൊന്നുപോര്? ഒറ്റയ്ക്ക് ആറടി മണ്ണിനകത്ത് പോയി കിടക്കണ്ടവരാ. പടച്ചവനെ, ആരും നിന്റെ കൂടെ വരില്ലല്ലോ. നിനക്ക് ജന്മം തന്ന വാപ്പ വരൂല, നൊന്ത് പ്രസവിച്ച ഉമ്മ വരൂല, കൂടെ കിടന്ന് സുഖിക്കുന്ന ഭാര്യ വരൂല, നിന്റെ രക്തത്തിൽ പിറന്ന് നിന്റെ മക്കള് വരൂല, നിന്റെ കൂടെ പിറപ്പ് വരില്ല, കൂട്ടുകാര് വരില്ല. ഒറ്റയ്ക്ക് ഇവിടത്തെ പള്ളിക്കാട്ടിൽ കൊട്ടാരം പോലെയുള്ള വീട് കളഞ്ഞിട്ട് പച്ച മണ്ണിനകത്ത് പോയി കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ നിനക്കുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അടാ, ഒരിക്കലും കൈവിടാത്തവര് കൂട്ടുകാരനെ പറഞ്ഞു തരാ. ആര് കൈയൊടിഞ്ഞാല് മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആള് വേണ്ട, നിന്നെ ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. പടച്ചവനെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് എല്ലാവരും പോയിരുന്നിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആരും നിനക്ക് പറഞ്ഞു തരണ്ടടോ. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറക്കടോ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പൊന്നുമോനെ, അസ്റായീലിന്റെ കൂടെ കൂടിക്കോ. ഏറ്റവും നല്ല കൂട്ടുകാരനാണടോ. മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള മോഹമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവേ, സുഹൃതാക്കളും പ്രവാചകന്മാരെ മുഴുവനും കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ കൊട്ടാരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ കാണുന്ന കൊട്ടാരമുണ്ടല്ലോ, അത് പ്രവാചകന്മാർക്കുള്ളതല്ല, അത് സുഹൃതാക്കൾക്കുള്ളതല്ല. എല്ലാവരും ആ കൊട്ടാരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാ. റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പിന്നെ ഈ കൊട്ടാരമാർക്കുള്ളതാ നബിയേ? പിന്നെ ഈ കൊട്ടാരമാർക്കുള്ളതാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരുണ്ടല്ലോ, അള്ളാഹിന് വേണ്ടി പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട്. എന്നാ ദിവസവും നിന്നെ കാണുമ്പോ എടാ ഇന്ന് സുബഹി നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? എടാ ഇന്ന് നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വഖത്ത് കളയാക്കിയോ? നീ ഇന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടുകാരനുമില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അസ്റായിലിനെ കൂട്ടുകാരനാക്കിക്കോ. അസ്റായിലിന്റെ പേര് കേൾക്കുന്നത് പോലെ പേടിയല്ലോ. അസ്റായിലിന്റെ പേര്
പേര് കേൾക്കുന്നത് പോലെ പേടിയല്ലോ. എന്തിനാ പേടിക്കുന്നത്? റൂഹ് പിടിക്കാൻ മാത്രമല്ല അസ്റായിൽ വരുന്നത്. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായിലിനെ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? നാളെ കാണാമടാ പൊന്നുപോര്. വേണമെന്ന് വെച്ചാ നാളെ രാവിലെ നിനക്ക് കാണാൻ കഴിയും ചെറുപ്പക്കാരാ. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായിലിനെ കാണാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് വയത് കഴിഞ്ഞ് പിരിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പടച്ചവരെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ ഇടയത്താഴം കടിക്കാൻ റമദാനിൽ എഴുന്നേറ്റപ്പോ കേട്ടതാ. പിന്നെ ഒരാഴ്ച ഈ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാത്ത ചെറുപ്പക്കാരുണ്ട്. പൊന്നുമോനെ, നാളെ രാവിലെ അലാറം വെച്ചിട്ട് എഴുന്നേക്കണമടാ. റൂഹ് പിടിക്കാൻ വരുന്ന നിന്റെ കൂട്ടുകാരനെ കാണാ. അസ്റായിൽ എന്ന മലക്കിനെ കാണാൻ ആഗ്രഹമുണ്ട്. രാവിലെ എഴുന്നേക്കണം പൊന്നുമോര്. എന്നിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അല്ലാഹുവേ ഇവിടത്തെ പള്ളിയിലേക്ക് നടക്കുകയാണ്. ഇവിടത്തെ പള്ളിയിലേക്ക് നടക്കുകയാ. ഈ ഒരുമിച്ച് കൂടിയ ഓരോ ചെറുപ്പക്കാരനും നാളെ രാവിലെ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഇവിടത്തെ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് വെളിയിലെ പൈപ്പിൽ നിന്ന് ഉളവെടുക്കുകയാണ്. എന്നിട്ട് സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ പള്ളിക്കകത്തേക്ക് കടക്കുമല്ലോ. വലത് കാല് വെച്ച് കയറുമല്ലോ, വലത് കാല് വെച്ച് കയറുമല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് സുബഹി നമസ്കരിക്കാൻ വലത് കാലെടുത്ത് പള്ളിക്കകത്തേക്ക് വെക്കുമ്പോ ഒന്ന് കണ്ണ് തുറന്ന് നോക്കടാ പൊന്നുപോരെ. ഒന്ന് കണ്ണ് തുറന്ന് നോക്കടാ ചെറുപ്പക്കാരാ. നിൽക്കുന്നുണ്ടടാ ചിരിക്കുന്ന മുഖത്തോട് വെള്ള വസ്ത്രം ധരിച്ചു പള്ളിയുടെ കവാടത്തിൽ നിന്നെയും കാത്ത് നിൽക്കുകയാ. പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുന്ന നിന്നെ സലാം പറഞ്ഞിട്ട് അസ്റായിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, മോനെ ഈ നമസ്കാരം മരിക്കുവോളം നിലനിർത്തടേ, ഈ നമസ്കാരം മരിക്കുവോളം നിലനിർത്തടേ. അല്ലാഹുവേ നിലനിർത്തിയാ എന്നെ ഇതുപോലെ കാണാമോനെ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ജീവിതത്തിന്റെ അവസാന ദിവസമുണ്ടല്ലോ, ആ ദിവസം എന്നെ ഇതുപോലെ നിനക്ക് കാണാൻ കഴിയുമെന്ന് പള്ളിയിലെ നമസ്കരിക്കാൻ പോകുന്ന ഓരോ ആണിനെയും കെട്ടിപ്പിടിച്ചിട്ട് മലക്കുൽ മൗത്ത് ഓരോ ദിവസവും 5 പ്രാവശ്യം പറയുമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമസ്കരിക്കാൻ മടിയാ. പടച്ചവന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ റോഡിലൂടെ നടക്കുന്നവരുണ്ടല്ലോ, പള്ളിയുടെ മുന്നിലൂടെ നടക്കുന്നവരുണ്ടല്ലോ, പള്ളിയുടെ ചാരത്തുള്ള കടക്കകത്തിരിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പൊന്നുമോരെ രക്ഷപ്പെടില്ലടാ. മലക്കുൽ മൗത്ത് നിന്റെ കടയുടെ മുന്നിലോ നിന്റെ വീടിന്റെ മുന്നിലോ വന്നിട്ട് പറയുന്ന പടച്ചവനെ മറന്നുകൊണ്ടിരുന്നോടാ. അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദികേട് കാണിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ വരുമടാ, ഒരു ദിവസം ഞാൻ വരുമടാ. അന്ന് എന്നെ കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൃഗങ്ങളെ ചാകുന്നത് പോലെ ചാകാ തയ്യാറെടുത്തു എന്ന് അസ്റായിൽ ഇന്നത്തെ ദിവസം 5 പ്രാവശ്യം പലരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ദ റഅസ് റജുലിൻ മിനൽ അൻസാർ. സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നവര് ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുകയാ. മരണത്തോട് മല്ലടിക്കുന്ന ചെറുപ്പക്കാർ റസൂലുള്ള തലയുടെ ഭാഗത്ത് നിൽക്കുമ്പോ അതാ വരുന്നു മലക്കുൽ മൗത്ത് ഇസ്രായീൽ. അല്ലാഹുവേ, എന്തൊരു കോലമെന്നറിയുവോ, എന്തൊരു ഉയരമെന്നറിയുവോ. പടച്ചവരെ തീപന്തം ശരീരത്തിൽ നിന്ന് നാവിലൂടെ പടച്ചവരെ തീയാട് ഭയാനകമായ രൂപത്തിൽ മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാ. റസൂലുള്ള പേടിച്ച് കരഞ്ഞുപോയി, കൈകാല് തളർന്നുപോയി. അല്ലാഹുവിന്റെ റസൂല് വിറച്ചുകൊണ്ട് ചോദിച്ചു, അസ്റായീലേ
ഇതെന്ത് രൂപമാസിറായിൽ, ഇതെന്ത് കോലമാസിറായിൽ, എന്തൊരു ദുർഗന്ധമാസിറായിൽ, കണ്ടിട്ട് പേടി തോന്നുന്നല്ല ഇസ്രായേൽ. നിനക്കൊന്ന് നല്ല രീതിയിൽ വന്നുകൂടെ, നിന്റെ നല്ല രൂപത്തിൽ വന്നുകൂടെ? ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ, ഈ കിടക്കുന്നത് ഒരു മുസ്ലിമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ ചോദിക്കുമ്പോ മലക്കുൽ മൗത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവനൊരു പരിഗണനയുമില്ല, ഇവനോടൊരു സ്നേഹവുമില്ല, ഇവനോടൊരു കരുണയുമില്ല, ഇവനോടൊരു പരിഗണനയും കാണിക്കില്ല. ആര് പറഞ്ഞാൽ ഇവനോട് ഞാനൊരു സ്നേഹവും കാണിക്കില്ല. കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, നബിയേ, ഓരോ ദിവസം 5 പ്രാവശ്യം ഇവനോട് ഈ ദിവസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തതാ നബിയേ. ഇവൻ അനുസരിച്ചില്ല, ഇവൻ നന്നായില്ല, ഇവൻ എന്നെ കളിയാക്കിയവനാ, ഞാൻ പറഞ്ഞപ്പോ പുച്ഛിച്ച് തള്ളിയവനാ, അതുകൊണ്ട് ഇവനോടൊരു പരിഗണനയുമില്ല. ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ, ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഇവന്റെ അടുക്കൽ നിന്നൊന്ന് മാറിപ്പോകുവോ, ഇവന്റെ അടുക്കൽ നിന്നൊന്ന് മാറിപ്പോകുവോ? അല്ലാഹുവിന്റെ പ്രവാചകർ കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാണ്. റസൂലുള്ള വേദനിക്കുന്ന മനസ്സോടെ ഇറങ്ങുകയാണ്. ഈ ഇറങ്ങിപ്പോകുന്ന വഴിയില് വീടിന്റെ വെളിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അസ്റായീലേ, ഈ ലോകത്താരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ഈ ലോകത്താരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ആരുടെയെങ്കിലും റൂഹ് പിടിക്കാൻ പോകുന്ന സമയത്ത് നീയൊന്ന് പുഞ്ചിരിക്കുമോ അസ്റായീൽ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ, എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് നബിയേ. അവന്റെ റൂഹ് പിടിക്കാൻ പോകുന്നത് എങ്ങനെയെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അസ്റായീലിന്റെ കൂട്ടുകാരന്റെ റൂഹ് പിടിക്കാൻ 5 നേരം കളയാകാതെ നിസ്കരിക്കുന്നവന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്നിട്ട് അവിടുന്ന് പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അവിടുന്ന് സലാം പറയുകയാ. വെള്ള വസ്ത്രം ധരിച്ച് പടച്ചവനെ തന്റെ കൂടെ വരുന്ന മലക്കുകൾ മുഴുവനും വീടിന്റെ കവാടത്തിൽ നിന്ന് സലാം പറയുകയാണ്. അകത്തേക്ക് കടന്നു, റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കുന്നില്ലല്ലോ, കിടന്ന് കരയുകയാണല്ലോ, മരണവേദന വല്ലാത്ത വേദനയാണല്ലോ. റസൂലുള്ള പോലും വേദനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കടന്ന് കരയുമ്പോ അല്ലാഹുവേ, അല്ലാഹുവേ, അസ്റായീൽ ചോദിക്കുന്നു, എന്തിനാടാ കരയുന്നത്? എന്തിനാ നീ കിടന്ന് കരയുന്നത്? എന്തിനാ നീ കിടന്ന് വിളിച്ചു പോകുന്നത്? നിന്നെ കൊണ്ട് വേദന സഹിക്കാൻ കഴിയുന്നില്ലേ? എങ്കിലും നോക്കടാ, നിനക്ക് നിന്റെ പ്രതിഫലം കാണണ്ടേ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. പടച്ചവന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ രോഗം പിടിച്ചിട്ടും പോയി നിസ്കരിച്ച വാപ്പാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടത്തിൽ നിന്റെ കൂട്ടുകാരി പള്ളിയിൽ കയറാതെ കളിക്കാൻ വിളിക്കുമ്പോ, പൊന്നുമോനെ, എനിക്കെന്റെ റബ്ബാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നു നമസ്കരിച്ച ചെറുപ്പക്കാരാ, കാണാമടാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പൊട്ടിക്കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ കടന്ന് വിളിച്ചു പോകുന്നത്? മോനെ, കാണണ്ട്, നിനക്ക് കിട്ടുന്ന പ്രതിഫലം കാണണ്ട്, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം കാണണ്ട്. വഅബ്സിറൂ
ഫിൽ ജന്ന. സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ. സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിക്കുന്ന സമയം സ്വർഗം കാണാനുള്ള ഭാഗ്യവാ. റബ്ബേ, റസൂലുള്ള പറയുകയാണ്, ശൈത്താന് വല്ലാത്ത കോപമാ, ശൈത്താന് വല്ലാത്ത കോപമാ. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ഒരു മുസ്ലിം മരിക്കുമ്പോ പടച്ചവരെ ശൈത്താന് വല്ലാത്ത ദേഷ്യവാ. അനുചരന്മാര് ചോദിക്കുന്നു, യാ സയ്യിദനാ, ഞങ്ങളുടെ നേതാവേ, എന്തേ ഇത്ര കോപമെന്ത്? അവിടെന്ന് പറയുന്നു, ഇത്ര നാള് നിങ്ങൾ അവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചതിൽ കാര്യമില്ല, ഈ അവസാന സമയമുണ്ടല്ലോ, അവനെ ഒന്ന് പിടപ്പിക്കാൻ കഴിയുമോ? ഇനി അവസരമില്ല, ഇനി അവസരമില്ല, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പിടപ്പിക്കാൻ കഴിയുമോ? അല്ലാഹുവേ, ലഅനത്താക്കപ്പെട്ടവൻ ഇറങ്ങി വരികയാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില്, മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, കയ്യിൽ വെള്ളവും പിടിച്ചിട്ട് ഇടത് സൈഡിൽ അടുത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, പൊന്നുമോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയല്ലേ മോനെ, പറഞ്ഞാ നീ നഷ്ടപാളിയാ. എടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, നിന്റെ വാപ്പയാ പറയുന്നത്, നിന്റെ ഉമ്മയാ പറയുന്നത്, കുടിക്കാ വെള്ളം തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കപ്പെട്ടവൻ നമ്മളെ ചതിക്കാൻ നോക്കുമ്പോ റസൂലുള്ളാഹിയോട് അസ്റായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, 5 നേരം നിസ്കരിച്ച എന്റെ ആത്മാർത്ഥ സുഹൃത്തുണ്ടല്ലോ, എന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അവന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്നതിന് മുമ്പ് അസ്റായിൽ പറഞ്ഞു തരും, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായിൽ പറഞ്ഞു തരും, ചെറുപ്പക്കാരാ, അസ്റായിൽ പറഞ്ഞു തരും, ഒന്ന് പറയടാ പൊന്നുമോരെ, പറയടാ പൊന്നുമോരെ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. മോനെ, ഞാൻ ആരെന്നറിയുവോ? നിന്റെ ആത്മാർത്ഥ സുഹൃത്താടാ, ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാണടാ. ഒന്ന് പറ മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ അസ്റായിൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആരും പറഞ്ഞു തരാൻ വേണ്ട, ഒന്നീ നിനക്ക് അസ്റായിൽ പറഞ്ഞു തരും, അല്ലെങ്കിൽ അസ്റായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ട് മരിക്കാൻ പറ്റും. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട. നല്ലൊരു കൂട്ടുകാരനാ, കൂടിക്കോ, അസ്റായിലിന്റെ കൂടെ കൂടിക്കോ, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറാനുള്ള വഴിയാ. അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല, നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല. നിസ്കരിച്ചാൽ നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമയുടെ രണ്ടാമത്തെ അടയാളം അവന് മരണത്തെ ഇഷ്ടമാണെന്ന് നബിയനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാർ. നിർത്താറായോ? ഇടയ്ക്ക് ഇവിടെ എന്തോ തിന്നാൻ എന്തോ കൊടുത്ത്, എന്താ കൊടുക്കണുണ്ട്? എന്താടെ കൊടുത്തേ? വാത് കേൾക്കാൻ വന്നവർക്ക് ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട്, വാത് പറയണവന് പച്ചവെള്ളം പോലും ഇല്ല. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാര. ബിസ്ക്കറ്റൊക്കെ തിന്ന്, കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്വർഗത്തിൽ പോയി തിന്നോളാം. സ്വർഗത്തിൽ ആദ്യമായിട്ട് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം ഏതാ? സ്വർഗത്തിൽ ആദ്യമായിട്ട് തിന്നാൻ കൊടുക്കണ ഭക്ഷണം അറിയോ? അല്ല, മീനിന്റെ കരള. അള്ളാഹു തിന്നാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നോ, ഞാൻ അവിടെ പോയി മീനിന്റെ കരള് തിന്നോളാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അരമണിക്കൂറും കൂടെ ഇരുന്നോ, 11 മണി ഇൻഷാ അല്ലാഹ്. അരമണിക്കൂർ കൂടെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ അടയാളം വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് നിർത്താം. മൂന്നാമത്തെ അടയാളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്തുള്ള അടിമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹുവിനെ കണ്ടുമുട്ടലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം, എനിക്ക് അള്ളാഹിനെ കാണണം, വേറൊന്നുമില്ല. മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗത്തൊന്നും ഇല്ല. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അള്ളാഹുവിനെ കണ്ടുമുട്ടലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ നോക്കിയാൽ അള്ളാഹിനോട് ദുആ ചെയ്യും, പടച്ചോനെ നിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അള്ളാഹ് നിന്നെ കാണണമെന്ന് വല്ലാത്ത മോഹമുണ്ടല്ല, ഭാഗ്യം തരണേ എന്ന് ദുആ ചെയ്യണം. അവന്റെ ഒരു മുസ്ലിമിന്റെ അള്ളാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്തുള്ള അടിമ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവനെ, ഈ സദസ്സിൽ ഇരുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവെ നിന്റെ പരിശുദ്ധമായ കഅബ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഭാഗ്യം നൽകണേ റഹ്മാനെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാവർക്കും ഒന്നും പറ്റൂല പോകാൻ. ഉംറയ്ക്ക് പോകാൻ എല്ലാരെ കൊണ്ടും പറ്റും, ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാരെ കൊണ്ടും പറ്റൂല. ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാരെ കൊണ്ടും പറ്റൂല. 27-ാം രാവിന്റെ അന്ന് ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി തനസ്സലുൽ മലായിക, തനസ്സലുൽ മലായിക. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂജഹലിന്റെ മകൻ അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തനസ്സലുൽ മലായിക. അതിന്റെ തഫ്സീർ എടുത്ത് നോക്കുമ്പോൾ കാണാം 27-ാം ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഈ വർഷം അല്ലാഹുവിന്റെ കഅബയിലേക്ക് എത്തേണ്ടവരുടെ പേര് ആ മലക്കുകൾ എഴുതിയെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഭവനത്തിൽ പോകേണ്ടവരുടെ പേര് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എഴുതിയെടുത്തിട്ടുണ്ട്. അള്ളാഹു ആ പേരിൽ നമ്മുടെ പേരൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ സഹായിച്ചാൽ മതി. ആരും പൈസ ഒന്നും തന്ന് സഹായിക്കണ്ട, ദുആ ചെയ്ത് സഹായിച്ചാൽ മതി. അള്ളാഹു നമ്മളെയൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. ചിലരോട് ഹജ്ജിന് ഉംറയ്ക്ക് അല്ല പൈസയൊക്കെ ഉണ്ട്, ഉസ്താദന്മാര് ചോദിക്കും, ഹജ്ജിനൊന്ന് പോകണ്ടേ, ഉംറയ്ക്കൊന്ന് പോകണ്ടേ? ആദ്യം പറയണ മറുപടി എന്താന്ന് നോക്കണം, നമ്മൾ ചോദിക്കണം. ആരോടെങ്കിലൊക്കെ ചോദിക്കണം, ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോ ചിലർ ആദ്യം പറയണ മറുപടി, ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർത്തിട്ട് പോകാം. എന്താ പറയണ മറുപടി? പൈസ ഒക്കെ ഉള്ളവർ, കയ്യിലുള്ളവർ ആദ്യം ചോദിക്കുമ്പോ പറയണ മറുപടി, പടച്ചോനെ ഇത്തിരി ബാധ്യതകളൊക്കെ ഉണ്ട് ഉസ്താദ്, അതൊക്കെ തീർത്തിട്ട് പോകാന്ന്. പടച്ചോനെ ഖിയാമത്ത് നാളായാലും ഓമക്കത്തെത്തൂല. കാരണം അവൻ ഖിയാമത്ത് നാളായാലും എത്തും. കാരണം എന്താ? അവൻ ആഗ്രഹമില്ല. എന്നാ വാടക വീട്ടിലാ കഴിയുന്നേ. ഒരു പാവപ്പെട്ട വാപ്പയോട് ചോദിക്കണോ, വാപ്പ മക്കത്ത് പോണ ഉസ്താദെ, വാടക കൊടുക്കാൻ പൈസ ഇല്ല പാവപ്പെട്ടന്റെ കയ്യില്, ഒരു മാസത്തെ വാടക കൊടുക്കാൻ പൈസയില്ല. ആ മനുഷ്യനോട് മക്കയിൽ പോകണ്ടേ എന്ന് ചോദിച്ചാൽ ഉടനെ പറയണ മറുപടി, ഉസ്താദെ ആഗ്രഹമുണ്ട് ഉസ്താദെ, ആഗ്രഹം വേണ്ടത്. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. പരിശുദ്ധമായ കഅബയിൽ പോകാൻ പൈസ മുടക്കാൻ എല്ലാവർക്കും വലിയ മടിയാ. മക്കത്ത് പോകണം, മദീനത്ത് പോകണം എന്ന് പറയുമ്പോ പൈസ മനുഷ്യ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ മക്കയിൽ പോകാൻ പറയുന്നല്ലോ, പോയാൽ എന്ത് കിട്ടും പടച്ചവനെ? നീ കഅബയിൽ പോകണം, പരിശുദ്ധമായ കഅബയിൽ പോകണമെന്ന് നീ പറയുന്നല്ലോ, പോയാൽ എന്ത് കിട്ടും? 3 പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കത്ത് പോയാൽ കിട്ടുന്ന 3 പ്രതിഫലം. ഒന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, ഉമ്മ പ്രസവിച്ചതുപോലെ ആക്കി കൊടുക്കും. 2 മക്കത്ത് പോയവർക്കൊക്കെ അറിയാം, എത്ര സുഖമില്ലാത്ത മനുഷ്യനും അവിടെ ചെന്ന അവൻ ആരോഗ്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇവിടെ ഇങ്ങനെ, ഞാനിപ്പോ ഏറ്റവും നല്ല ഉദാഹരണം, ഉംറയ്ക്കൊക്കെ പോകുന്നവർക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും രോഗം പിടിച്ചവനായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഉഷാറ് കളവന്മാരൊക്കെ ചാടി ഓടി നടക്കുന്ന കാണാം. ഞാനിപ്പോ ഈ പ്രാവശ്യം പോയപ്പോ ജബലിനൂറിന്റെ മുകളിൽ കയറാൻ വേണ്ടി, പടച്ചനെ പർവ്വതത്തിന്റെ മുകളിൽ, ഖുർആൻ ഇറങ്ങിയ പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോ ഒരുപാട് പ്രായമുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ഉമ്മാമ്മമാരൊക്കെ കയറി പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ആംബുലൻസ് വിളിച്ചിടണം, ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉസ്താദ് ഇല്ല, ഞങ്ങൾ കയറും. അള്ളാഹു പടച്ചനെ എല്ലാം കയറി. ഞാനാണെങ്കിൽ ഏറ്റവും ചെറുപ്പം ഞാനാന്ന് തോന്നുന്നു. ഞാനിങ്ങനെ 3/4% എത്തിയപ്പോ ഒരു ഉമ്മാമ്മ മോളിൽ പോയിട്ട് ഇറങ്ങി വരിക. തിരൂര് കൂട്ടായിലുള്ളൊരു ഉമ്മയാ.
അള്ളാഹ് പടച്ചോനെ ഇവരതിന്റെ മുകളിൽ പോയിട്ട് ഇറങ്ങി വരുന്നത്, ഞാൻ മുക്കാലായതേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മ എന്തേ നിങ്ങൾ തിരിച്ചു വരണേ? ഞാൻ കയറി ഉസ്താദെ, ഞാൻ കയറി. ഉസ്താദ് ഇവിടെ എത്തിയതേ ഉള്ളൂ. എന്തൊരണപ്പാണക്കണേ എന്നോട് ചോദിക്കുക, എന്തൊരണപ്പാണക്കണത്? എന്തോ ഉസ്താദ്, ചെറുപ്പക്കാരല്ലേ നിങ്ങള്? അള്ളാഹു, ഈ ഉമ്മ പഴങ്കഞ്ഞി കുടിച്ചതിന്റെ ബലം കാണിച്ചിട്ട് വരാ, മോളിൽ ഇത് കയറിയിട്ട് ഇറങ്ങി വരാ. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു കൊടുത്തു, അവിടെ ചെന്നാൽ ഏത് രോഗിക്കും അള്ളാഹു ആഫിയത്ത് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 അള്ളാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാൻ വേണ്ടി ചിലവഴിക്കുന്ന പൈസ നിനക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുടക്കി എന്ന് പറഞ്ഞിട്ട് നീ ഇവനെ പേടിക്കണ്ട. അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോകാൻ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതി അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം അള്ളാഹുവിനെ കണ്ടുമുട്ടലാകണം, പടച്ച റബ്ബിന്റെ ലിഖാകണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ പടച്ചവനെ സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ട്, അള്ളാഹുവിന്റെ ലിഖാ കണ്ടിട്ട് ചിരിക്കുന്ന മുഖത്തോടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണ്ട്. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നമ്മുടെ കണ്ണുകൊണ്ട് റബ്ബിനെ കാണണ്ടേ. അള്ളാനെ കാണാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും പടച്ച റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ടോ? എന്റെ പടച്ച അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആർക്കെങ്കിലും പടച്ചവനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ 2 കാര്യം ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താ അവൻ അല്ലാഹുവിന്റെ ലിഖാ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 1 ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത മഹത്വ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമിങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് നീ ഒരു പൈസ ഭക്ഷണം വാങ്ങിക്കൊടുത്താ നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവരെ സഹായിക്കുക. നിങ്ങൾ ചിന്തിക്ക്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നിസ്കാരം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നിസ്കാരം. അതിനേക്കാളും വേറൊരു കാര്യമില്ല. ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പള്ളിയിലെ ഖത്തീബിനോടായി ഹദീസ് പറയണ്ടേ, പള്ളിയിലെ ഉസ്താദന്മാരോടായി ഹദീസ് പറയണ്ടേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുആദ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുമ്പോൾ വലിയ വലിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കത്തുള്ളൂ. ചില ഉസ്താദന്മാർ അങ്ങനെ വലിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാറുള്ളൂ. മുആദ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുമ്പോൾ വലിയ സൂറത്ത് ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. എല്ലാവരും വന്നിട്ട് പരാതി പറഞ്ഞ്, നബിയെ പുറകിൽ നിന്ന് വല്ലാത്ത ബുദ്ധിമുട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബി വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഫിത്നയും ഫസാദ് ഉണ്ടാക്കണം? നീ എന്തേ ഫിത്ന ഉണ്ടാക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ നിസ്കരിക്കുന്ന സമയത്ത് നീ ചെറിയ സൂറത്തെ ഓതാവൂ. നിന്റെ പുറകിൽ നിൽക്കുന്നവരിൽ രോഗികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, പല പല ആവശ്യത്തിന് പോകേണ്ടവരുണ്ട്. അതുകൊണ്ട് നീ പെട്ടെന്ന് നിസ്കരിക്കണേ. നിന്റെ പുറകിൽ നിൽക്കുന്നവരെ നീ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിസ്കാരം. ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും പുറകിൽ നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വലിയ സൂറത്ത് ഓതിയിട്ട് ഇപ്പൊ ചോദിക്കുമല്ലോ, ഉസ്താദെ തറാവിയൊക്കെ കഴിഞ്ഞല്ലോ, റമളാനാണല്ലോ, തറാവിയൊക്കെ കഴിഞ്ഞു, അളിയ ഏത് പള്ളിയിലാടാ? അവിടെ വല്ലുഹ മുതല, അവിടെ വല്ലുഹ മുതല ഓടാ. ഉസ്താദിന് വല്ലുഹ മാത്രമല്ല ഓതാൻ അറിയണേ. എന്തേ വല്ലുഹ മുതൽ താഴോട്ട് ഓടുന്നത്? ഉസ്താദിന് ബക്കറ ഓതാൻ അറിയാഞ്ഞിട്ടല്ല, ഏറ്റവും എളുപ്പം തീരുന്ന വള്ളിയിലാ നമ്മളൊക്കെ ഓടണേ അല്ലേ? എന്റെ പൊന്നു മോനെ, പുറകിൽ നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാ. തന്റെ പുറകിൽ നിൽക്കുന്നവരിൽ രോഗികളുണ്ട്, പല പല ആവശ്യത്തിന് പോകേണ്ടവരുണ്ട്, പള്ളി കണ്ട് ചാടിക്കേറി നിസ്കാരം കഴിഞ്ഞിട്ട് പോകേണ്ടവരുണ്ട്. നീ ബുദ്ധിമുട്ടിക്കല്ലേ. ആ സമയത്ത് പോലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക്, എന്തെങ്കിലും ഒരു ഇബാദത്തിൽ, ഹജ്ജിന് പോയി ഉംറയ്ക്ക് പോയി ഒരു തെറ്റ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് പിടിച്ചു നമ്മളൊക്കെ. ഒരു മനുഷ്യൻ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പാവപ്പെട്ടവർക്ക് 2.25-3 കിലോ അരി വാങ്ങി കൊടുക്കാനാ പറഞ്ഞേ. പാവത്തിനെ സഹായിക്കുന്ന പറഞ്ഞേ.
ഹജ്ജിന് പോയി ഒരു തെറ്റുപറ്റി, ഉംറയ്ക്ക് പോയി ഒരു തെറ്റുപറ്റി. എന്തേ ചെയ്യാൻ പറഞ്ഞത്? പാവങ്ങൾക്ക് നീ ഭക്ഷണം വാങ്ങിക്കൊടുക്ക്, നീ മൃഗത്തെ വാങ്ങിച്ച് അറുത്തു കൊടുക്ക്. എടാ, സത്യം ചെയ്തിട്ട് ലംഘിച്ചു, അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്തിട്ട് ലംഘിച്ചു. നിന്നോട് എന്തേ അല്ല പറഞ്ഞത്? 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള ഏറ്റവും എളുപ്പവഴി അത് തന്നെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബിക്ക് ഖലീലുല്ലാ എന്ന് പേരുണ്ട്. കേറിട്ടാനുള്ള കാരണം എന്താ? ഖലീലുള്ള എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താ? ഇബ്രാഹിം നബി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. എപ്പ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവനെ കൂടെ ഇരുത്തിയിട്ട് കഴിക്കൂ. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം എടുത്തു വെച്ചു, ആരെയും കിട്ടിയില്ല കൂടെ ഇരുത്താൻ. ഒരു പാവപ്പെട്ടവനെ കിട്ടിയില്ല. വിളമ്പി വെച്ച ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ഇബ്രാഹിം നബി ഇറങ്ങി നടന്നു. അത്രയും മൈലുകളോളം, കിലോമീറ്ററുകളോളം നടന്നു ഒരു പാവപ്പെട്ടവനെ തേടിയിട്ട് ഒരു നേരം ആഹാരം കൊടുക്കാൻ. എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ട് ആരെയും കിട്ടിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടാ വന്നത്. കരഞ്ഞുകൊണ്ടാ തിരിച്ചു വന്നേ. ആരെയും കിട്ടാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിനകത്തൊരാളിരിക്ക. അല്ലാഹു ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? നീ ആരാ? എന്റെ അനുവാദം ഇല്ലാതെ നീ അതിനകത്ത് കയറിയല്ലോ, ആരാ നിനക്ക് അനുവാദം തന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ഈ വീടിന്റെ യഥാർത്ഥ ഉടമ എന്നെയും നിങ്ങളെയും പടച്ച അല്ല എനിക്ക് കയറാൻ അനുവാദം തന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? ഞാൻ മലക്കാ നബിയെ. എന്തിനാ വന്നത്? അള്ളാഹു എന്നോട് പറഞ്ഞു, ഈ ലോകത്ത് അള്ളാഹുവിനൊരു ഖലീലുണ്ട്, ആ മനുഷ്യനോട് പറയാൻ വിട്ടതാ. അള്ളാഹുവിനൊരു ഖലീലുണ്ട്, ആ ഖലീലിനോട് പറയാൻ വേണ്ടി പടച്ച റബ്ബെന്നെ പറഞ്ഞു വിട്ടതാ. ഇബ്രാഹിം നബി ചോദിച്ചു, ആരാ മനുഷ്യൻ? ഒന്ന് പറഞ്ഞു തരുവോ? ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ ആ മനുഷ്യനുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഖലീലിന്റെ കൂടെ ഞാൻ ചിലവഴിക്കാൻ തയ്യാറാ. ആരെന്ന് ചോദിച്ചപ്പോൾ മലക്ക് പറഞ്ഞു കൊടുത്തു, നബിയെ, നിങ്ങളാ അള്ളാഹുവിന്റെ ഖലീൽ, നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എപ്പ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. കിട്ടാതെ വന്നപ്പോ കിലോമീറ്ററുകൾ നടന്നിട്ട് കരഞ്ഞുകൊണ്ട് വന്നില്ലേ നബിയെ? അതുകൊണ്ടാണ് നിങ്ങളാണ് അതിന് യോഗ്യൻ, നിങ്ങളാണ് അള്ളാഹുവിന്റെ ഖലീൽ എന്ന് മലക്ക് പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു ഇബ്രാഹിം നബി. മഹാനായ മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോട് ഇപ്പം വല്ലാത്ത വിഷയങ്ങളൊക്കെ നടക്കുന്ന കാലവാ. മൃഗസ്നേഹികൾ കടന്ന് നെട്ടോട്ടോടുന്ന കാലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിക്ക് സഫിയുള്ള എന്ന ആദം നബിയുടെ പേരാ സഫിയുള്ള. മൂസാ നബിക്കും സഫിയുള്ള എന്നൊരു പേരുണ്ടായിരുന്നു. കാരണം എന്തേ? ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ആട് മേച്ചുകൊണ്ടിരുന്നപ്പോ ഒരു മൊടന്തൻ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നത്രേ. നടക്കാൻ കഴിയാത്ത ഒരു മുടന്തുള്ള ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നത്രേ. ശുഐബ് നബിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഈ മുടന്തുള്ള ആട്ടിൻകുട്ടി ഒറ്റപ്പെട്ടു പോയി. പടച്ചവനെ, മൂസാ നബി വീട്ടിൽ പോയി നോക്കുമ്പോ ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. തെരഞ്ഞു കാലിന് മുടന്തുള്ള ആട്ടിൻകുട്ടിയെ തെരഞ്ഞു നടന്നു. അവസാനം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. കരയുന്ന ആട്ടിൻകുട്ടിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മഹാനായ മൂസാ നബി പറഞ്ഞു കൊടുത്തത്രേ, നീ കരയണ്ട, നിന്നെ അവിടെ എത്തിക്കാമെന്ന് മൂസാ നബി പറഞ്ഞു. ആ മൃഗത്തിനോട് സ്നേഹം കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു മൂസാ നബിയെ സഫിയുള്ള എന്ന് വിളിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു ആട്ടിൻകുട്ടിയോട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൃഗങ്ങളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന മതം ഇസ്ലാം മതമല്ലാതെ വേറൊരു മതം ഈ ലോകത്തില്ല. തെളിയിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. എന്തേ? റസൂലുള്ള പറഞ്ഞു, അറുക്കണ സമയത്ത് നീ അതിന് വെള്ളം കൊടുക്കണം, നീ കത്തിക്ക് മൂർച്ച കൂട്ടണം. മറ്റൊന്നിന്റെ മുന്നിലിട്ട് അറുക്കല്ലേ, അതിന്റെ മുന്നിൽ വെച്ച് നീ കത്തിക്ക് മൂർച്ച കൂട്ടരുതേ. അവന്റെ കൈകാലുകൾ കെട്ടിക്കെട്ട് അറുക്കണേ. വേദന അറിയാതിരിക്കാൻ നീ ബിസ്മി പറഞ്ഞിട്ട് അറുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ മനുഷ്യന്മാരെ? ഇതിനേക്കാളും മൃഗങ്ങളോട് കരുണ കാണിക്കാൻ കൂടം വെച്ച് തല്ലുന്നവരാ ഇപ്പൊ ഇവിടെ വലന്ന് നടക്കണേ. കൂടം വെച്ചിട്ട തല്ലണ, കോഴിയെ പിടിച്ച് കഴരിക്കണ മഹാന്മാരൊക്കെയാ ഇപ്പൊ സ്നേഹത്തിന്റെ കാര്യം പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ പോത്തിനെ നിരോധിച്ചോ, കാളയെ നിരോധിച്ചോ, പശുവിനെ നിരോധിച്ചോ, ഒന്നുമില്ല, മൊത്തം നിരോധിക്കട്ടെ. ഒരു സന്തോഷമുള്ളൂ. എല്ലാത്തിനെയും നിരോധിക്കട്ടെ. എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുക, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇതിനൊന്നും പ്രതിഷേധിക്കാനോ ഇതിനൊന്നും പറയാനൊന്നും നമ്മൾ നടക്കണ്ട. എന്താ പറയാ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമടപ്പിക്കാൻ അള്ളാനറിയാം, അത് റബ്ബ് നോക്കിക്കോളും.
അള്ളാഹു ഹലാലാക്കിയ കാര്യത്തെ നമ്മൾ നമ്മളൊക്കെ ഹറാമാക്കാൻ നിന്നാ മോളിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ മനുഷ്യന്മാരെയൊക്കെ മുസ്ലിമീങ്ങളൊക്കെ തല്ലിക്കൊല്ലുന്ന കാലം മൃഗത്തിന്റെ പേരും പറഞ്ഞിട്ട് എല്ലാരും ഒന്നുമില്ല, കുറച്ച് ഭ്രാന്തന്മാർ ഇങ്ങനെ അടക്കാം. ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് എന്തോ വരാൻ പോകുന്നുണ്ട്, എന്തോ വലിയൊരു അദാബ് വരാൻ പോകുന്നു. അതിന്റെ അടയാളമായി കാണിച്ചു കൂട്ടുന്നത് വരുമ്പോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇറങ്ങുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് പാവങ്ങളെ സഹായിക്കുക, യതീമിങ്ങളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നിനക്ക് ദുനിയാവിൽ 6 പ്രതിഫലം, മരണത്തിന് ശേഷം 3 പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവേ പടച്ചവനെ, എത്രയോ പാവപ്പെട്ടവരുണ്ട്, യതീമീങ്ങളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, വീടിനകത്തിരുന്ന് കണ്ണിനീര് കുടിക്കുന്ന പാവപ്പെട്ട മക്കളുണ്ടല്ലോ. പടച്ചവനെ, നമ്മളെല്ലാവരും പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് നമ്മളൊക്കെ വല്ലാത്ത സന്തോഷവാ. നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാവപ്പെട്ടവര് പട്ടിണി കിടക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ സഹായിച്ച അള്ളാഹു തരുന്ന പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിന്റെ ആയുസ് നീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറയുകയാ. പടച്ച റബ്ബ് നിന്റെ ആയുസ് നീട്ടി തരും, ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാ കിട്ടുന്ന പ്രതിഫലവാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂട്ടുകാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ കച്ചവടത്തിന് പോകുകയാ നബിയേ. ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താ നബിയേ. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് യാത്രയാക്കടേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, റസൂലുള്ളാഹി സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട്, യാ റസൂലല്ലാഹ്, ഞാൻ കച്ചവടത്തിന് പോകുകയാ നബിയേ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ലോകത്തിന്റെ നേതാവ് കെട്ടിപ്പിടിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കെട്ടിപ്പിടിക്കുകയാ. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, സാധാരണ റസൂലുള്ള അങ്ങനെ കെട്ടിപ്പിടിക്കാറില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നെന്തേ നബിയേ പ്രത്യേകത എന്ത്? അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താണല്ലോ, പറഞ്ഞത് ജിബ്രീലാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ യാത്രയാക്കുകയാ. പല സഹാബത്തും ചോദിച്ചു, എന്തേ നബിയേ ഇന്ന് കെട്ടിപ്പിടിച്ച് യാത്രയാക്കാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ അത് മനസ്സിലാകും സഹാബ. എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദുൻ നബവിയുടെ മുന്നിലിരിക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ, ജീവനോടെ തിരിച്ചു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം മയ്യത്ത് വരൂ എന്ന് ജിബ്രീൽ പറഞ്ഞതാ, പക്ഷേ ജീവനോടെ വന്നിരിക്കുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീൽ, എന്തേ സംഭവിച്ചത്, എന്തേ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്,
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ വന്നവർ മുഴുവനും പടച്ചവരെ പോകുന്ന വഴിയില് അല്ലാഹുവേ ഭക്ഷണം തയ്യാറാക്കാൻ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് അല്പം സൗകര്യം തരുമോ? ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്താ, ഞങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ അല്പം സൗകര്യം ചെയ്തു തരുമോ? ഒരു പ്രായമുള്ള ഉമ്മയോട് ചോദിക്കുമ്പോ അല്ലാഹുവേ ഞങ്ങളെ സൗകര്യം തരാ. അവര് മുഴുവനും സഹാബത്ത് മുഴുവനും നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാ. അല്ലാഹുവേ സഹാബത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവരോട് അവിടെന്ന് പറഞ്ഞു, ഇത്രയും ഭക്ഷണം തയ്യാറാക്കാൻ ഈ പ്രായമുള്ള ഉമ്മയെ കൊണ്ട് കഴിയില്ല. ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്, ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചു, ഉമ്മ ഈ വീടിനകത്ത് നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട മാതാവ് കരന്നുകൊണ്ട് പറയുന്നു, തങ്ങള് യതീമായ 2 പെൺകുട്ടികളുണ്ട്, ഒരുപാട് പ്രായമായ യതീമായ 2 പെൺകുട്ടികൾ എന്റെ വീടിനകത്തുണ്ട്. അല്ലാഹുവേ വിവാഹപ്രായം കഴിഞ്ഞിരിക്കുകയാ, അവരാരും വിവാഹം കഴിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ച് കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തരുമെന്ന് കരുതിയിട്ട് എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നതെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. തന്റെ കൂടെ വന്നവരെ വിളിച്ചിട്ട് പറയുന്നു, ആരെങ്കിലും ഈ പെൺമക്കൾക്ക് ഒരു ജീവിതം കൊടുക്കുവോ? ഈ 2 പെൺകുട്ടികൾ ആരെങ്കിലും വിവാഹം കഴിക്കുവോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ. അല്ലാഹുവേ അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്താണ് യതീമായ 2 പെൺകുട്ടികളുടെ വിവാഹം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നടത്തി കൊടുക്കുന്നത്. ആ സമയത്ത് അല്ലാഹു വിളിച്ചിട്ട് പറയുന്നു, അസ്റായീലേ റൂഹ് പിടിക്കല്ലേ, റൂഹ് പിടിക്കല്ലേ. ആ സഹാബിക്ക് ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമീങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ മരുന്നിന് വകയില്ലാത്തവന് മരുന്ന് വാങ്ങിക്കൊടുത്ത പടച്ചുറപ്പ് നിനക്ക് തരുന്ന 1ാമത്തെ പ്രതിഫലം എന്ത്? അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 2ാമത്തെ പ്രതിഫലം എന്ത്? അല്ലാഹു ദുർമരണങ്ങളെ തൊട്ട് നിന്നെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആത്മഹത്യ കൂടുന്ന കാലമല്ലേ, ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമല്ലേ എന്റെ പ്രിയമുള്ളവരെ. അങ്ങനെ ഒരു മരണത്തെ തൊട്ട് നിന്നെ പടച്ചവനെ സംരക്ഷിക്കുകയാ. 3ാമത്തെ പ്രതിഫലമുണ്ട്, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാണ്. പടച്ചവന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാണ്. 4ാമത്തെ പ്രതിഫലമുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഉസ്താദ് കണ്ണുനീര് കുടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. എന്റെ ഭാര്യയുടെ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ കുത്തുവാക്കും പരിഹാസവും കളിയാക്കലുമല്ലാതെ പടച്ചവന് പെട്ടുപോയല്ലോ, മക്കളായി പോയല്ലോ. മക്കളെ ഓർത്തിട്ട് മെഴുകുതിരി എരിഞ്ഞു തീർക്കുന്നത് പോലെ സ്വന്തം ജീവിതം എരിച്ചു തീർക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവേ ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ പെണ്ണുങ്ങളുണ്ടല്ലോ, കണ്ണുനീര് കുടിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഭർത്താവിനെ നന്നാക്കണമെന്ന് ദുആ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ചെറുപ്പക്കാരാ നിന്റെ ഇണയെ അല്ലാഹു നന്നാക്കി തരും. നിന്റെ ഭാര്യ സാലിഹത്താകും, നിന്റെ ഭർത്താവ് സാലിഹാകും. എന്റെ പ്രിയമുള്ളവരെ, സദഖ ചെയ്താ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലമാ 5. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ
നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതിയില്ല. നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതിയുണ്ടല്ലോ. നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കുന്ന, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന, നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടല്ലോ. 18 19 വർഷക്കാലം പോറ്റി വളർത്തിയ പൊന്നുപോൾ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കെടുത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നാണം കെട്ട് നടക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് ഉപ്പയെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്. അല്ലാഹുവേ, പണം കെട്ടി ഒരു വലിയ വീട് വന്നു ഒരു പണക്കാരിയായ പെണ്ണിനെ കെട്ടിക്കഴിയുമ്പോ പ്രായമായ വാപ്പയെയും ഉമ്മയെയും വൃദ്ധസദനത്തിലേക്ക് കൊണ്ട് വലിച്ചെറിയുന്ന മക്കളുണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏത് കാലഘട്ടമെന്നറിയുമോ? പ്രായമുള്ള ഉമ്മയെ കാണിച്ചിട്ട് തന്റെ കൂട്ടുകാരോട് ഇതാണ് എന്റെ ഉമ്മയെന്ന് പറയാ ഇന്നത്തെ യുവതലമുറകൾക്ക് നാണക്കേട് തോന്നുന്ന കാലവാ. സ്വന്തം ഉമ്മയെ ചാക്കിനകത്ത് കെട്ടിയിട്ട്, രോഗം പിടിച്ച പ്രായമുള്ള ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് അല്ലാഹുവേ റോഡിന്റെ ചാരത്ത് കൊണ്ടുവന്ന് തെള്ളിയിട്ടിട്ട് പോകുന്ന മക്കളുടെ കാലവാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള വാപ്പാ, റസൂലുള്ള പറയുന്നു, നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി നിനക്ക് വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആറാമത്തെ പ്രതിഫലമെന്ത്? ആറാമത്തെ പ്രതിഫലമെന്ത്? ഇന്ന് നിന്റെ വീട് കാണാ പാവങ്ങളെ സഹായിച്ച, യതീമീങ്ങളെ സഹായിച്ച നിന്റെ വീട് കാണാൻ റഹ്മത്തിന്റെ മലക്ക് ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വീട് കാണാ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇത് ദുനിയാവിലെ പ്രതിഫലമാ, ഇത് ദുനിയാവിലെ പ്രതിഫലമാ. ഇനി മരണത്തിന്റെ പ്രതിഫലം കേൾക്കടോ, ഇനി മരിക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രതിഫലം കേൾക്കടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വാപ്പാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഈ കൊടുക്കുന്ന സൽക്കർമ്മത്തിന്റെ പ്രതിഫലമായ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ, സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ. പ്രസവ വേദന അനുഭവിച്ചിട്ട് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ് യതീമായ മക്കളെ സഹായിച്ച, പാവങ്ങളെ സഹായിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുത്ത, അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്ത, മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് കിതാബ് വാങ്ങിക്കൊടുത്ത, ഇതുപോലെയുള്ള നല്ല സദസ്സുകൾക്ക് കൊടുത്ത അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് നെറ്റിത്തടം വിയർത്തിട്ട് മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വിശാലമായി മുഖം പ്രകാശിക്കുന്ന രീതിയിൽ കിടക്കുന്നാനുള്ള ഭാഗ്യവാ. 2, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് പോകുമല്ലോ. എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻതാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉഖുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയാ. അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവര് പറവകളെ പോലെ പറക്കുകയാ. പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പരലോകത്തുകൂടെ പറന്ന് പറന്ന് പോവുകയാണ്. അവര് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ, അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങൾ ആരാ? പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, നിങ്ങളാരാ? നിങ്ങളാരാ? നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ, റിദ്വാൻ എന്ന മലക്ക് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു.
ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു, നീ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? എന്റെ പ്രിയമുള്ളവരെ, പറക്കാ മോഹമുണ്ടോ? പറക്കാ മോഹമുണ്ടോ? അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജിഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫബകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. പടച്ചുറപ്പേ, ഏറ്റവും ശർറായ ദിവസം നിനക്ക് വിജയമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പടച്ചവരെ, പാപങ്ങളെ സഹായിച്ച എത്രയോ പാവപ്പെട്ടവരുണ്ടല്ലോ. മദ്രസ തുറക്കാൻ പോവുകയാണ്, കിതാബ് വാങ്ങാൻ, ഖുർആൻ വാങ്ങാൻ, മദ്രസയിൽ പഠിക്കുന്ന പുസ്തകം വാങ്ങാ കഴിവില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് ചെറുപ്പക്കാരാ. കൊടുത്താ കിട്ടുന്ന പ്രതിഫലമോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറവയെ പോലെ പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറക്കാറുള്ള ഭാഗ്യവാ. എന്റെ പ്രിയമുള്ളവരെ, മരണവേദനയുടെ വേദന അനുഭവിച്ച പെണ്ണു, അള്ളാന്റെ റസൂല് പറയുകയാണ്, അന്നത്തെ ദിവസം എങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല പെങ്ങള്, അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല. അല്ലാഹുവേ, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടുന്ന ദിവസമാ. നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടും മക്കളല്ലാരോട് പറയുമല്ലോ, എന്റെ ഉപ്പാനെ നരകത്തിൽ എറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരുമോ? എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എനിക്ക് സ്വർഗം താ. എന്റെ ഉപ്പയെയും ഉമ്മയെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്ന ദിവസം നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാട്. 3 മരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ. നീ റബ്ബിനോട് സ്വർഗം ചോദിക്കണ്ട, നീ അല്ലാഹുവിനോട് സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും എപ്പോഴും ചോദിക്കുന്നത് സ്വർഗമാ. അല്ലാഹുവോട് എപ്പം ദുആ ചെയ്താൽ അല്ലാഹ് എനിക്ക് സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ റസൂലുള്ളാഹി പറയുകയാ, സ്വർഗം ദുആ ചെയ്യുന്നു അല്ലാഹ് 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ. സ്വർഗമാണ് ദുആ ചെയ്യുന്നത്, സ്വർഗമാ ദുആ ചെയ്യുന്നത്. 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ അല്ലാഹ്. സ്വർഗം ദുആ ചെയ്യുന്ന 4 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം മുത്തഇമുൽ ജിയാൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്, പാപങ്ങളെ സഹായിക്കുന്നവന് സ്വർഗം കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4ാമത്തെ പ്രതിഫലം പറഞ്ഞു നിർത്തുകയാണ്. 4ാമത്തെ പ്രതിഫലം പറയുകയാ. റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, പാപങ്ങളെ സഹായിക്കുന്നവർ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം വലകാഹു നളറതം വസുറൂറാ. അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കറക്റ്റ് 11 മണി ഇൻഷാ അല്ലാഹ്, 2 മണിക്കൂർ കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അല്ലാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റില്ലേ ഉസ്താദേ? ബക്കറ്റുണ്ട് ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അപ്പോൾ നമ്മൾ പൈസ ഒന്നും എടുത്തില്ലേ, വിളിച്ചു ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് എടുത്തു ഇൻഷാ അല്ലാഹ്. വേറെ ഒന്നുമില്ല, ഈ മൈക്ക് സെറ്റുകാരൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണം ഇൻഷാ അല്ലാഹ്. ഞാനൊന്നും എടുത്തില്ല ഇപ്പോൾ, പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു സദക്ക, വേറെ പിരിവൊന്നുമില്ല, വേറെ പിരിവൊന്നുമില്ല. ഈ മൈക്ക് സെറ്റുകാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാ അതിനകത്തേക്ക് ഇട് റബ്ബേ. ഇത്രയും പ്രതിഫലം 10 പ്രതിഫലം ഞാൻ പറഞ്ഞു,
10 പ്രതിഫലം. ബിസ്മില്ല, 10 പ്രതിഫലം ഞാൻ പറഞ്ഞു തന്നു. പ്രതിഫലം പൈസ ഇട്ടില്ലെങ്കിൽ ആരും എഴുന്നേറ്റ് പോകരുത്. 50 കൊല്ലം ചെയ്ത പാവം പൊറുക്കണ സൂറത്തും കൂടെ ഓതിയിട്ട് പൊക്കോ ഇൻഷാ അല്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരു സദക്ക ചെയ്യുക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയൊക്കെ തുറക്കുക. ഈ വരുന്ന 8-ാം തീയതി ഇൻഷാ അല്ലാഹ് മദ്രസയൊക്കെ തുറക്കുകയാണ്. മദ്രസ തുറക്കുന്ന സമയത്ത് ഇപ്പൊ മദ്രസയിലെങ്കിലും പഠിക്കാൻ മക്കളെ ഒന്നും കിട്ടാത്ത കാലമാണ്. കാരണം എല്ലാവർക്കും ദുനിയാവ് മതി. രാവിലെ ഞാൻ ചിന്തിക്കാറുണ്ട്, രാവിലെ 6 മണിക്ക് 7 മണിക്കാ ബസ് വരുന്നത്, സ്കൂൾ ബസ് വരുന്നത്. മദ്രസയിൽ കാണുന്നില്ല. ചോദിച്ചാൽ പറയും ട്യൂഷൻ ഉണ്ട് ഉസ്താദ്, സ്വർഗത്തിൽ പോകാനുള്ള അല്ലേ. സ്കൂളിൽ പോകുന്ന മക്കളെ യാത്രയാക്കുന്ന ഉമ്മമാരെ കാണണം. അച്ഛൻ ഇങ്ങനെ ഒരു 7 മണിയാകുമ്പോഴേ ഗേറ്റിന് അവിടെ കാണും. 7:30 ബസ് വരണം, 7:15 നിൽക്കുക. ഇങ്ങനെ ചോദിക്കും, പടച്ചവനെ മോനെ പുസ്തകം എടുത്തോടാ, പുസ്തകം എടുത്തോ ഉമ്മ ചോദിക്ക. എന്നിട്ട് അവസാനം ടൈ എടുത്തോ മോനെ, കെട്ടിയോ മോനെ, പെൻസിൽ എടുത്തോ മോനെ, 3-4 പ്രാവശ്യം ഉമ്മ ചോദിക്കും. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തിട്ട് ടാറ്റയും കൊടുത്തിട്ട് ബസ്സിൽ കയറ്റി വിടും, സ്വർഗത്തിൽ പൊക്കോ. ഏതെങ്കിലും ഒരു ഉമ്മ മദ്രസയിൽ പോകുമ്പോ അവനെ കെട്ടിപ്പിടിക്കാൻ വേണ്ട, ടാറ്റ കാണിക്കാൻ വേണ്ട, മോനെ ഖുർആൻ എടുത്തോ എന്ന് ചോദിക്കണ ഉമ്മമാരുണ്ട്. എടാ നീ ഖുർആൻ എടുത്തോന്നെങ്കിലും ചോദിക്കാറുണ്ടോ? അതുപോലെ പല്ല് തേച്ചോ മോനെ, അല്ലാഹു അലം, ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് ഓടാ അല്ലേ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയൊക്കെ തുറക്ക. അള്ളാനെ മറന്നിട്ട് എവിടെ എത്തിയിട്ട് എന്ത് കിട്ടാനാ? നിന്നെ പടച്ച റബ്ബിനെ മറന്നിട്ട് എവിടെ എത്ര എത്തിയിട്ട് ഒരു കാര്യമില്ല. മദ്രസ കഴിഞ്ഞിട്ടുള്ള പഠിത്തമൊക്കെ മതി. ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ തന്നെയല്ലേ പഠിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മദ്രസയിലൊക്കെ വിടുക, പഠിപ്പിക്കുക. അവർക്കൊക്കെ കിതാബുകൾ വാങ്ങിക്കൊടുക്കുക. അവർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഫുൾ കോളേജ് എന്തൊരു കോളേജ് തുടങ്ങണം, അതിനൊക്കെ വേണ്ടി ഒരു ബനാത്ത് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ സംരംഭങ്ങൾ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ റമളാൻ മാസമെല്ലാം കഴിഞ്ഞു, മദ്രസയൊക്കെ തുറങ്ങാവുന്ന സമയമായി. ഈ സമയത്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ കരുതണം. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ വാങ്ങിച്ചു കൊടുക്കണം. സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് എത്ര രൂപ ചെലവഴിക്കാൻ ഡൊണേഷൻ ചോദിക്കുന്ന നമ്മൾ കൊടുക്കും. യൂണിഫോമിന് പ്രത്യേകം പൈസ, പുസ്തകങ്ങൾക്ക് എത്ര 10,000, 20,000, 30,000 ചെലവാക്കും. മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞിന്റെ കിതാബിന്റെ വില 12 രൂപ, 20 രൂപ, അതുപോലെ വാങ്ങിച്ചെടുക്കാൻ മടിയാ. മദ്രസയിൽ പഠിക്കുന്ന കിതാബ് ഉസ്താദ് പറയും 150 രൂപ എല്ലാത്തിനും കൂടെ. അതെന്തേ ഉസ്താദ് 150 രൂപ, അന്ത് വില കൂടിയോ? മദ്രസയിലെ കിതാബിന്റെ വില ചോദിക്കുന്ന കാലം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാ, നിന്റെ മക്കൾക്ക് ദുനിയാവിന് വേണ്ടി നീ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും പ്രയോജനമില്ല. ലക്ഷങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചാലും അതിന് പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അലല്ലാ എനിക്കറിയില്ല. പക്ഷേ മദ്രസയിൽ പഠിക്കുന്ന ഒരു മോന് നീ ഒരു പേപ്പർ വാങ്ങിക്കൊടുത്ത, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ പോകുന്ന മക്കൾക്ക് 1 രൂപ കൊടുത്ത് നീ ഒരു പേപ്പർ വാങ്ങിക്കൊടുത്ത, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം നരകത്തിന്റെ തീ നിനക്ക് ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകം നിന്നെ തൊടൂല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന മദ്രസയിൽ പോകുമ്പോ 2 രൂപ, 1 രൂപ, ഞാൻ 10ന്റെ ഇല്ല പറഞ്ഞത്, 1 രൂപ നീ ചെലവഴിച്ചിട്ട് ഒരു പേപ്പർ വാങ്ങിക്കൊടുത്ത നിന്നെ നരകത്തിന്റെ തീ തൊടൂല. 2, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന സർവ്വ മലക്കുകളും നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം മുഴുവനും നിനക്ക് വേണ്ടി ദുആ ചെയ്യും. മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്കൊരു പുസ്തകം വാങ്ങിക്കൊടുത്ത, അതുകൊണ്ട് തുറക്കുകയാ. അല്ലാഹുവേ 8-ാം തീയതി മദ്രസ തുറക്കും. നേരെ പോ. മദ്രസയിൽ പോയിട്ട് ഖുർആൻ വാങ്ങാൻ ഗതിയില്ലാത്ത, പുസ്തകം വാങ്ങാൻ കഴിവില്ലാത്ത എത്രയോ പാവപ്പെട്ട മക്കളുണ്ട്. വാങ്ങിച്ചിട്ട് കൊടുക്കും മനുഷ്യ.
വാങ്ങിച്ചിട്ട് കൊടുക്ക്, നിനക്ക് പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ബിസ്മില്ല, എഴുന്നേക്ക് ബിസ്മില്ല, പെട്ടെന്ന് എഴുന്നേക്കുക, ഇങ്ങ് അടുത്തേക്ക് വരിക, ദുആ ചെയ്യാം. പിരിവൊന്നുമില്ല, ധൈര്യമായിട്ട് വാ. സിയാദ് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് പിരിവൊന്നും വേണ്ട ഇൻഷാ അല്ലാഹ്. സ്ഥലത്തിന് വേണ്ടി ഇപ്പം അല്ല, സിയാദിന് ആഗ്രഹം സ്ഥലത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ് തുടങ്ങണേ? സ്ഥലമൊക്കെ മേടിച്ച് വെച്ചിരിക്കുമല്ലേ ഇൻഷാ അല്ലാഹ്. എല്ലാവരുടെ അടുത്തും പൈസ ഒന്നും വേണ്ടപ്പോ ഒരു ആഗ്രഹമല്ലേ, നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ദുആ ചെയ്യാം. പെട്ടെന്ന് കയറിക്കോ ഇൻഷാ അല്ലാഹ്, പെട്ടെന്ന് കയറി ഇൻഷാ അല്ലാഹ്. സമയം ഒരുപാടായി ഇൻഷാ അല്ലാഹ്. എല്ലാവരും സുബഹിക്ക് ഇൻഷാ അല്ലാഹ്. എത്ര ഇവിടെ മൊത്തം എത്ര പ്രവർത്തകരുണ്ട്? 70ഓളം പ്രവർത്തി. ഈ 70ഓളം പേര് 1000 രൂപ ഇട്ടാൽ തന്നെ 70,000 രൂപ. പുലോ തക്കബീർ. ഒരു വസ്തുവിനൊക്കെ എന്താ വില? 60,000 രൂപ അല്ലേ? 70 പേരും കൂടെ 1000 രൂപ ഇട്ടാൽ തന്നെ ഒരു സെന്റ് വാങ്ങാം. അൽഹംദുലില്ലാഹ്. അതൊക്കെ അള്ളാഹു നടത്തുന്ന പടച്ച റബ്ബിനറിയാം. ഇതൊക്കെ കോളേജിന് ബനാത്തിന് വേണ്ടിയൊക്കെ അല്ലേ, അള്ളാഹിനറിയാം. അള്ളാഹ് എന്നങ്ങ് ആയിക്കോളൂ, നിങ്ങൾ ദുആ ചെയ്താൽ മതി. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. മൈക്ക് സെറ്റുകാർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ ഉണ്ട്, അപ്പൊ സംഘാടകർ തന്നെ കൊടുക്കാനുള്ളത് ആദ്യം കൊടുക്കണം കേട്ടാ. ഇൻഷാ അല്ലാഹ് അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ദുആ ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ് മദ്രസ തുറക്കുന്നതിൻ്റെ അന്ന് മദ്രസയിൽ പോയിട്ട് ഇപ്പം ആരും ഒന്നും കൊടുക്കണ്ട, ഞാൻ പറയണമില്ല. പക്ഷെ മദ്രസയിൽ പോയിട്ട് മക്കൾക്കൊക്കെ ഖുർആനെങ്കിലും 75 രൂപ കണ്ടേ ഉള്ളൂ ഖുർആൻ, അതേപോലെ 100 രൂപക്കെ ഉള്ളു ഇൻഷാ അല്ലാഹ്. ഒരു ഖുർആനിന്റെ വില 100 രൂപ. ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് ഖുർആനും സർവ്വ കിതാബുകളും കൂടെ 100-400 രൂപ വരുമായിരിക്കും. ഉസ്താമാര് അല്ലേ? ഇത്രയൊന്നും വരത്തില്ല. ഇത്ര ഉസ്താവ് കിതാബ് 100-300 രൂപ വരുമായിരിക്കില്ലേ ഇൻഷാ. അത്രയൊക്കെ വരും. 300 രൂപ ഒന്നും ഇല്ല. അൽഹംദുലില്ലാഹ്. നിങ്ങളാൽ കഴിയുന്നത് അവർക്കുണ്ട്. ഇവരുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിതാബ് വാങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഇൻഷാ അല്ലാഹ് ഇവരുമായി ബന്ധപ്പെടുക. അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മദ്രസയിൽ പഠിക്കണം മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. കൊടുക്കൂലേ? പറഞ്ഞോ മനുഷ്യന്മാരെ. ഒരു വണ്ടിക്ക് എണ്ണ അടിക്കുന്ന കാശേ ഉള്ളൂ, മൊബൈൽ റീചാർജ് ചെയ്യുന്ന കാശ്, നെറ്റ് ഉപയോഗിക്കുന്ന കാശ് ജിയോയ്ക്ക് കൊടുത്തില്ലേ? എത്രയോ അംബാനി കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു നമ്മളെ കാരണം ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കെങ്കിലും 100-300 രൂപയേ ഉള്ളൂ, നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടുക്കണമെന്ന് നിയത്തി ഇൻഷാ അല്ലാഹ്. കൊടുത്തൂടെ? നിയത്തി ചെയ്യുന്നവരെ കൈപൊക്കിക്കോ. ഞാൻ എണ്ണമൊന്നുമില്ല. അടച്ചവൻ ഇവിടുത്തെ മക്കളൊക്കെ രക്ഷപ്പെട്ട്, ഇവിടുത്തെ മക്കളൊക്കെ ഇൻഷാ അല്ലാഹ് പഠിച്ചു കൊടുക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മ ഖുർആൻ പഠിക്കണ, കിതാബ് പഠിക്കണം, മക്കളുടെ പ്രതിഫലം അറിയാം. പോയി പിന്നെ തിരിച്ചു വന്നില്ല. ഖുർആൻ പഠിക്കാൻ മദ്രസയിലേക്ക് പോയ മകൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ കരയണ്ട, അവൻ മരിച്ചുപോയാ അവന് ഷഹീദിന്റെ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിലേക്ക് പോയ പൊന്നു മരിച്ചുപോയി വന്നില്ല, എന്തെങ്കിലും പറ്റിപ്പോയി അവൻ മരിച്ച, നീ എന്തിനാ പേടിക്കണേ? ഓന് ഷഹീദിന്റെ കൂലിയാ. 2 അവനെ ഖബറിനകത്ത് 2 മലക്കുണ്ടാകും പഠിപ്പിച്ചു കൊടുക്കാന്. അവൻ പഠിക്കാൻ പോയവനല്ലേ? ഖബറിനകത്ത് മലക്കുകൾ ഇരുന്നിട്ട് നിന്റെ മോന് പഠിപ്പിച്ചു കൊടുക്കും ഖുർആനും ഹദീസൊക്കെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 അവന്റെ ഖബറും പ്രകാശിക്കും, അവന്റെ ചുറ്റുഭാഗത്തുള്ള 40 ഖബറും പ്രകാശിക്കുമെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. അവന്റെ ഖബറും പ്രകാശിക്കും. 40 എന്തിന്? ഈ ഖുർആനൊക്കെ പഠിക്കണം മക്കളുണ്ടല്ലോ, മുത്തഅല്ലിമീങ്ങൾ. ഇത്രയേ ഉള്ളൂ, ഉസ്താദന്മാരല്ല. ഇത്രയേ ഉള്ള ചെറിയ ചെറിയ മക്കൾ, ജുബയും തൊപ്പിയൊക്കെ ഇട്ട് കിടക്കണ മക്കള്. അവനെങ്ങാനും ചുമ്മാതൊന്ന് പള്ളിക്കാട്ടിൽ പോയാൽ മതി, അവന്റെ വാപ്പയും ഉമ്മയൊന്നും അവിടെ കിടപ്പില്ല. വെറുതെ ഒന്ന് പള്ളിയിൽ പോയപ്പോ ഒന്ന് ഇറങ്ങാൻ തോന്നി, അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ അവൻ ഇറങ്ങിയതിന്റെ ബർക്കത്ത് കൊണ്ട് 40 ഖബറാളികൾക്ക് സുഖവാ, അവരുടെ ശിക്ഷ നിർത്തിവെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ പഠിക്കണ ഒരു മക ഇറങ്ങിപ്പോയാൽ മതി, ചുമ്മാതെ ഖബറാളിയുടെ ശിക്ഷ നിർത്തിവെക്കും. നമ്മൾ പോയാലോ? നമ്മുടെ വാപ്പ എവിടെ കിടപ്പുണ്ട്, ഉമ്മ കിടപ്പുണ്ട്, നമ്മൾ പോയാലോ? ഖബറാളികൾ വിളിച്ചു പറയും, എടാ നരകത്തിന്റെ കവാടം അടച്ചതേ ഉള്ളടാ, ഇറങ്ങല്ലേ മോനെ, ഇങ്ങോട്ട് ഇപ്പം തുറക്കും, നീ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഇറങ്ങിയ അടച്ചത് കൂടെ തുറക്കും. പക്ഷേ ഖുർആനൊക്കെ പഠിക്കുന്ന മക്കൾ അത്രയ്ക്കും മഹത്വ, അത്രയ്ക്കും പ്രതിഫലവാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളോ ആലിമീങ്ങളോ ആക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. വെറുതെ അല്ല, 40 എണ്ണം രക്ഷപ്പെട്ടുവോ?
അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരുത്തം മതി 40 എണ്ണത്തിനെ ഒറ്റയടിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള യോഗം ഉണ്ടവന്. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ആഗ്രഹിച്ച് ദുആ ചെയ്ത് നടക്കണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദുആ ചെയ്താഗ്രഹം. ഇന്നും എൻ്റെ വാത് കേട്ടിട്ട് പടച്ചവനെ പഠിക്കാൻ പോയിട്ട് ഹാഫിളായ ഒരു മകന്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ മോൻ ഹാഫിളായി ദുആ ചെയ്ത്. ഇതൊക്കെ നമുക്ക് ആകെ ഉള്ള നേട്ടം. നമ്മൾ ചെയ്യണ അമല് കൊണ്ട് എന്തായാലും സ്വർഗത്തിൽ പോകില്ല, പിന്നെ ഇതൊക്കെ കാണത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് എനിക്കും ഒരു കോളേജൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ പൈസ ഒന്നും വേണ്ട, നമ്മൾ തുടങ്ങും. ആരെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വെറുതെ കിടക്കണ സംഘടനകളൊന്നുമില്ല. എനിക്കൊരു 10 മക്കളെ ഹാഫിളാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലൊക്കെ ചുമ്മാതെ വസ്തു കിടപ്പുണ്ടെങ്കിൽ ഉസ്താദേ ഒരു സ്ഥാപനം തുടങ്ങാനല്ലേ, സംഘടന ഒന്നുമില്ല, വേണമെന്ന് വെച്ചാൽ തന്നാൽ മതി, നമ്മൾ നോക്കിക്കൊള്ളാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് എല്ലാ പാവങ്ങളും അള്ളാഹു പുറത്തു തരുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? മനസമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവക്കിക്ക്. മനസമാധാനം അതില്ലെങ്കിൽ പോയി. എല്ലാം ഉണ്ട്, അതില്ലെങ്കിൽ ജീവിതം തന്നെ നാശവാ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2 സൂറത്ത് ഓതിയാൽ മതി. ഓതുവോ? വേണമെങ്കിൽ ഓതിയാൽ മതി. സമാധാനം വേണമെങ്കിൽ ഓത്. ഞാൻ പറയണതൊന്ന് ടെസ്റ്റ് ചെയ്യാനെങ്കിലും. എൻ്റെ പ്രിയമുള്ളവരെ, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ്, 2-ാമത്തെ റക്അത്തിൽ അലം തറ ഓതിക്കോ. ഉറങ്ങുന്നത് വരെ നിനക്ക് സമാധാനം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഓതാൻ ഭാഗ്യം എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് എപ്പോൾ ചുമ്മാതെ അല്ല, മനസ്സറിഞ്ഞിട്ട് തൗബ ചെയ്യുന്ന മനസ്സോടെ ഇനി ഒരിക്കലും അല്ലാഹ് ഞാൻ ചെയ്യില്ല, ചെയ്തു പോയത് മുഴുവനും നീ പുറത്തു തരണേ എന്ന നിയ്യത്തോടെ വല്ലാത്ത ഇഖ്ലാസോടുകൂടി ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? 4 വരിയേ ഉള്ളൂ. ഓതിക്കൂടെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതിക്കോ? 50 കൊല്ലത്തെ പാപ 5 ദിവസത്തെ അല്ല. ഓത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് എല്ലാവർക്കും അറിയില്ലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വേണമെങ്കിൽ ഓദിക്കോ, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരിക. എല്ലാവരും ഒത്തൊരുമയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ തമ്മിലടിച്ച് നടക്കാതെ നമ്മളെ തല്ലാൻ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് സംഘടനകളല്ല, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളല്ല. എല്ലാവരും മുസ്ലിമീങ്ങളാ, ഒരു ഉമ്മ പെറ്റ മക്കളാ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന സ്നേഹ സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം ജീവിക്കുക, അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക, അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു റഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരുണ്ട്. നമ്മുടെ കാക്കാണ് സലീം ഉസ്താദ്, എൻ്റെ വാപ്പാടെ ജ്യേഷ്ഠൻ്റെ മകനാ. അള്ളാഹുവെ മരണപ്പെട്ടു പോയി ഉപ്പാന്റെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണ പടച്ചവനെ, ഖബർ വിശാലമാക്കി കൊടുക്കണ പടച്ചവനെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും ഉസ്താദ് അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാരണം എനിക്ക് വലിയ സന്തോഷം സലീം ഉസ്താദ് വരുമ്പോൾ. കാരണം ഞാൻ വഅദ് പറയുന്നത് എൻ്റെ വാപ്പ കേട്ടിട്ടില്ല. ആകെ വാപ്പ കേട്ടത് കബറിൽ കിടന്ന്. എൻ്റെ വാപ്പ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഉസ്താനൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളുടെ അത്ത വളർത്തിയത്. ആ റാമക്കൾ എല്ലാത്തിനെയും വളരെ കഷ്ടപ്പെട്ട വളർത്തിയത്. വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഒരിക്കലെങ്കിലും വയത് പറയുന്നത് വാപ്പ കേൾക്കണം. പക്ഷേ യോഗം ഉണ്ടായില്ല മനുഷ്യൻ. ഞാൻ പഠിച്ചിറങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോൾ വാപ്പ മരണപ്പെട്ടു പോയി. അടുത്ത് വാപ്പയുടെ കബറിൻ്റെ അടുത്ത് എത്ര പള്ളി വെച്ച് വയലുണ്ടായിരുന്നു. വലിയ സന്തോഷമായിരുന്നു വയത് പറയാൻ. കാരണം എൻ്റെ വാപ്പ കബറിൽ കിടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അന്ന് വയത്. ഉസ്താദൊക്കെ വന്നിരിക്കുമ്പോൾ അണ്ണനെന്നൊക്കെ കാക്ക എന്നതിനുപരി ഒരു ഉപ്പാടെ സ്ഥാനം തന്നെ ഉസ്താദിനൊക്കെ ഒരു സന്തോഷമാണ്. അള്ളാഹു ആ ബന്ധം മരിക്കോടെ നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷേ 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വലാത്ത് സ്വീകരിക്കുമാറാകട്ടെ. 2 ചെറുപ്പക്കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആക്സിഡന്റിൽ മരണപ്പെട്ട 2 ചെറുപ്പക്കാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ
ഒരു പ്രവർത്തകൻ ആക്സിഡന്റിൽ മറ്റൊരു സഹോദരനല്ലാതെയും രണ്ടുപേരുടെയും മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വളരെ സുഖമില്ലാത്ത ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഈ സ്വലാത്തിന്റെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആ കുഞ്ഞിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സാലിഹ് ഉസ്താദ് സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ. പടച്ചവനെ, നിങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ. നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ എല്ലാ പാപങ്ങളും പുറത്തവരായി നീ യാത്രയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ, ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ മക്കള് ഞങ്ങൾ മരിക്കാൻ ദുആ ചെയ്യല്ലേ അല്ലാ. പടച്ചവനെ റബ്ബേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്ത്, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ഖബറിൽ കിടന്നിട്ട് എനിക്കിതുപോലെ ഒരു നല്ല മകൻ ജനിച്ചല്ലോ എന്നോർത്തിട്ട് സന്തോഷിക്കണേ അല്ലാ. അവര് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ പടച്ചവനെ. മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാത്ത മക്കളാക്കല്ലേ അല്ലാ. അവരെ കരയിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവനെ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ റഹ്മാനെ. മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന മക്കളെ തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്ന് നിന്ന് ദുആ ചെയ്യുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. എപ്പോ എവിടെ വെച്ച് മരിച്ചാലും നീ ഈമാനോടുകൂടി മരിപ്പിക്കണേ റഹ്മാനെ. നല്ല മരണം നൽകണേ പടച്ചവനെ. നല്ല മരണം നൽകണേ റഹ്മാനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. എല്ലാരും കരയുന്ന ദിവസം നീ ഞങ്ങളുടെ മുഖത്ത് പുഞ്ചിരി നൽകണേ റഹ്മാനെ. 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇത്രയും നേരം ഈ സദസ്സിലിരുന്ന എൻ്റെ ഉപ്പമാർ, ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഈ നാടിന്റെ വിളക്കുകളാക്കണേ റഹ്മാനെ. ഒരു നല്ല ഭാവിയും നല്ല ജീവിതവും നല്ല ഇണയെയും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നന്മയുടെ ഭാഗത്ത് ഒരുമിക്കുന്നവരാക്കണേ റബ്ബേ. തെറ്റ് കണ്ട തിരുത്തുന്ന മക്കളാക്കണേ അല്ലാ. തെറ്റ് കണ്ട തിരുത്തുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ ഉമ്മ പെങ്ങന്മാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും നീ വേദനിപ്പിക്കല്ലേ റബ്ബേ. അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മാസങ്ങളായി പകലുകൾ കടന്ന് നെട്ടോട്ടമോടുന്ന ഈ സംഘാടകരെ നീ സഹായിക്കണേ അല്ലാ. അവരെ നീ കൈയൊഴിയല്ലേ റബ്ബേ. അവരെ നീ കൈയൊഴിയല്ലേ റബ്ബേ. അവർക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സംഘടനയെ നീ വളർത്തണേ അല്ലാ. അല്ലാഹുവിനെ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ നല്ല സംരംഭങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. ഇവരുടെ വാപ്പയും ഉമ്മയും എനിക്ക് ഇതുപോലെ ഒരു നല്ല മകൻ ജനിച്ചല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ പടച്ചവനെ.
അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കി കളയല്ല റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ മാരക രോഗം പിടിച്ചിട്ട് വീടിനകത്ത് കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കരയുന്ന മക്കളെ കാണേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹുവേ. എന്തെങ്കിലും മാരക രോഗങ്ങൾ തരാൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാനുള്ള മനസ്സുകൂടെ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ മുന്നിൽ ഉയർത്തുന്ന കരങ്ങൾ മരിക്കുവോളം ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ നീ തരല്ലേ പടച്ചവനെ. അല്ലാഹു എനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്ന കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് ചെറുപ്പക്കാരി സദസ്യരുണ്ട്. ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ അല്ലാഹുവേ. നിനക്ക് വേണ്ടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ എന്റെ കൂടെ വന്ന ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ പടച്ചവനെ. അവർക്ക് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹുവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ സുഖമില്ലാതെ ഒരു കുഞ്ഞു ഹോസ്പിറ്റലിലാണ്, വസിയത്ത് ചെയ്തു നീ ശിവ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ എൻ്റെ വാപ്പയുടെ മണ്ണറ മണിയറയാക്കി കൊടുക്കണേ ഉപ്പാന്റെ കുടുംബക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവൻ, എൻ്റെ ഉമ്മ രോഗിയാ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ എൻ്റെ ഭാര്യയെ നീ സാലിഹത്താക്കി തരണേ എൻ്റെ പൊന്നുമോനെ ഹാഫിളാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവനിൽ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ റബ്ബേ, ഈ ശബ്ദം നിലനിർത്തി തരണേ റഹ്മാനെ. അഹങ്കാരം തരല്ലേ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ ദുആയെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പരിശുദ്ധ കഅബയിലെത്താൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ ഈ ദുആ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദുആ ആക്കല്ലേ ഈ മജ്ലിസ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ മജ്ലിസ് ആക്കല്ലേ അല്ലാഹുവേ. ഈ നാട്ടിൽ മതസൗഹാർദ്ദം നീ നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവർക്ക് നീ ഖൈറു ബറക്കത്ത് ചെയ്യണേ പടച്ചവനെ. ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു ക്യാമറയുടെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ ഈ പരിപാടിയുടെ വിജയത്തിന് മനസാ വാചാ കർമ്മണ ആരൊക്കെ പ്രവർത്തിച്ചോ എല്ലാവർക്കും നീ നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞ് നാളെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു ഇനിയും കാണാൻ ആയുസ്സ് നൽകട്ടെ. വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.